അപ്പോൾ ഒരു 2018 പോലത്തെ ഒരു ഫ്ലഡ് ഇനി ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് കൂടുതലേ ഉള്ളൂ കമ്മിങ് ഡേയ്സിൽ, അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണ് കാണുന്നത്. ഇപ്രാവശ്യം മെയിൽ കുറേ മഴ പെയ്തപ്പോൾ എല്ലാവർക്കും സംശയമായിരുന്നു മൺസൂൺ ആയിരുന്നു എന്ന്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അത് മൺസൂൺ ആയില്ലായിരുന്നു, അത് സത്യമാണത്. കാരണം മഴ മാത്രമല്ല മൺസൂൺ എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് പണ്ടൊക്കെ നമ്മൾ മൺസൂൺ ടൂറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം മൺസൂൺ ഐ തിങ്ക് ഇറ്റ്സ് നോ മോർ മൺസൂൺ. എനിക്ക് ഒരു അട്രാക്റ്റീവ് സീസൺ അല്ല, ഒരു സേഫ് സീസൺ പോലും അല്ല എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. ഫ്ലഡ് സംഭവിച്ചപ്പോൾ അത് ഫ്ലഡ് ഓഫ് ദി സെഞ്ചുറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വിച്ച് മീൻസ് നമുക്ക് ഉടനെ ഒന്നും ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ. പക്ഷെ 2019 അത്ര ഭീകരമല്ലെങ്കിലും അതിന്റെ ഒരു റെപ്പിറ്റേഷൻ നമ്മൾ കണ്ടു. ഇനിയും അങ്ങനെയുള്ള ഒരു സാധ്യതകൾ ഇപ്പൊ ഈ വർഷം അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടെന്നൊരു പ്രഡിക്ഷൻ ഏറെയുണ്ട് സയന്റിഫിക്കലി. അങ്ങനെയല്ല, അത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ലാനിന കണ്ടീഷനിലേക്ക് വരുമ്പം ഇപ്പം മെയ് ജൂൺ ജൂലൈയിലുള്ള മഴ കൊണ്ട് ഓൾമോസ്റ്റ് എന്താ പറയുക നമ്മുടെ സോയിൽ സാച്ചുറേഷൻ, റിസർവോയർ സാച്ചുറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പിന്നെ ഏത് മഴയും നമുക്ക് എന്താ പറയുക ഒരു റൺ ഓഫ് കൂടുതലുണ്ടാകും. അതായത് അബ്സോർപ്ഷനൊക്കെ മാക്സിമം നടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏത് മഴയും റൺ ഓഫ് ആയിട്ടാണ് പോവുക. അപ്പോൾ അത് വാട്ടർ ഫ്ലോ കൂട്ടും, വാട്ടർ ലെവൽ പല സ്ഥലങ്ങളിലും സ്ട്രീംസിലേക്ക് വാട്ടർ ലെവൽ കൂട്ടാം. അതാണൊരു പോസിബിലിറ്റി. അപ്പം ലാനിന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻ കൂടുതൽ ഉണ്ടാവാം എന്നുള്ള ഒരു അസോസിയേഷൻ ഉള്ളത് കൊണ്ട് അപ്പോൾ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ചിലപ്പോൾ മഴ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സസ് റെയിനെ എപ്പോഴും നമ്മൾ പറഞ്ഞു ഫ്ലഡിലേക്ക് സിറ്റുവേഷൻ വരുമെന്നുള്ള. കാരണം ഇത് ഡിസൈഡ് ചെയ്യുന്നത് വീണ്ടും ഈ ഓഗസ്റ്റിൽ മഴ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിൽ 4 ആഴ്ചകളുണ്ട്. ഈ ആഴ്ചകളിൽ ഇപ്പോൾ ഒരു നമ്മുടെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ അല്ലെങ്കിൽ മൺസൂൺ ഡിപ്രഷൻ. അപ്പോൾ ഇത് ഫോം ചെയ്ത് ഡിസിപ്പേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എന്താ പറയുക 5 ദിവസത്തിൽ കുറച്ച് മതി. അപ്പോൾ ആ ഒരാഴ്ചക്കകത്ത് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും സിസ്റ്റം ഫോം ചെയ്ത് കുറച്ച് സൗത്ത് വേർഡ് ട്രാക്കാണ് എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി അതിന് മൂവ് ചെയ്യുന്ന ഒരു ഗാൻജറ്റിക് പ്ലെയിൻസിൽ കൂടിയാണ് നോർമലി അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസൊക്കെ ഫേവറബിൾ ആണ്. ഇപ്പോൾ 2018 എക്സാമ്പിൾ അത് കൂടുതലും കുറച്ചുകൂടി സൗത്ത് വേർഡ് ട്രാക്കാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആന്ധ്രയുടെ ആ ഭാഗത്തൂടിയൊക്കെയാണ് അത് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ വന്നത്, റെയിൻ കൂടുതൽ കിട്ടിയത്. അപ്പോൾ അതുപോലെ സിസ്റ്റംസൊക്കെ കൺസിക്വൻറ്റീവായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെയിൻ കൂടുതൽ കിട്ടാം. അപ്പോൾ ഒരു 2018 പോലത്തെ ഒരു ഫ്ലഡ് ഇനി ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഫ്ലഡിന് ഞാൻ പറഞ്ഞത് ആ ഒരു എന്താ കാറ്റസ്ട്രോഫിക് ഇഫക്റ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, എക്സസ് റെയിൻ ഉണ്ടാവാം. പിന്നെ എന്താ വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്കൊരു പ്രാവശ്യം ഒരു പാഠം പഠിച്ചുകൊണ്ട് നമ്മൾ റെഡിനെസ്, അവെയർനെസ്, അലേർട്ട്നെസ് ഇതെല്ലാം ഉണ്ട്, ഒരു പ്രിപ്പയർഡ്നെസ് ഉണ്ട് നമുക്ക്. അത് എന്താ പറയുക നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സാണ് പറയുക. ഒന്ന് അതിനെപ്പറ്റിയുള്ളൊരു ധാരണ, നോളജ്, പിന്നെ മോണിറ്ററിങ്, ഫോക്കാസ്റ്റിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തത് ഈ എന്തെങ്കിലും ഫോക്കാസ്റ്റ് ചെയ്തു അത് ഡിസിമിനേറ്റ് ചെയ്ത് പബ്ലിക്കിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. നാലാമത്തെ വെച്ച് റെസ്പോൺസ് സിസ്റ്റം. ഈ 4 ആണ് നമ്മുടെ ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെയിലി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഏർലി വാർണിങ്ങിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് ഉണ്ടാകും, ഗവൺമെൻറ് തലത്തിലുള്ള റെസ്പോൺസ് എല്ലാം ഉണ്ടാകും. അത് അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക നമ്മൾ ഈ 4 ആസ്പെക്റ്റിലും നമ്മൾ കൂടുതൽ എന്താ പറയുക റിഫൈൻഡ് എന്നല്ല, ചിലപ്പോൾ 18 മുമ്പ് അല്ലെങ്കിൽ ഓക്കിക്ക് മുമ്പ് ഇങ്ങനൊരു കൺസെപ്റ്റ് പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള എന്താ പറയുക അവയർനെസ് ഉണ്ട്, പിന്നെ മെക്കാനിസംസ് ഉണ്ട്, ഗവൺമെൻറ് ലെവലിൽ എല്ലാ രീതിയിലുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം നമ്മൾ വി ആർ വെൽ എക്വിപ്ഡ് ടു മീറ്റ് സച്ച് ഇവൻച്വാലിറ്റീസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മഴയുണ്ടാവാം, പക്ഷേ മഴയുണ്ടായാലും നമ്മളതിനെ നേരിടാൻ ശക്തരായിരിക്കും എന്നുള്ളതാണ്. അപ്പം അത് നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് മഴ പെയ്യുക എന്നുള്ളത്. നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രിഡിക്റ്റ് ചെയ്താൽ നമ്മളതിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു റെഡിനെസ്സിലായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. പ്രഡിക്ഷൻ നമുക്കത് എത്ര ആക്യുറേറ്റ് ആയിട്ട്, അതായത് ഒരു ഇന്ത്യൻ സ്പെല്ലിംഗ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് റെഡ് അലർട്ട് കണ്ടീഷൻ നമുക്ക് എത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്ന്
ഒന്ന് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയനാണ് ഇക്വറ്റോറിനടുത്ത്. അപ്പോൾ സയൻറ്റിഫിക്കലി ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ വെതർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഷോർട്ട് സ്കെയിലിൽ ഏരിയ സ്പെസിഫിക് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അതിന് ലീഡ് ടൈം വളരെ കുറവായിരിക്കും. പിന്നെ അതിൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര എന്താ പറയുക, ലീഡ് ടൈം കുറവായതുകൊണ്ട് ആക്യുറസിയൊക്കെ കൊണ്ട് ഡിപ്പെൻഡബിൾ ആണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിലിറ്റി ഒത്തിരി കുറവുള്ളത് ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊണ്ട് പ്രഡിക്റ്റബിലിറ്റി ഒത്തിരി കുറവുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മൺസൂൺ റെയിൻ നമ്മളെ സംബന്ധിച്ചോളം ഹൈലി പ്രഡിക്റ്റബിൾ ആയിരുന്നു നേരത്തെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഹൈ ഇമ്പാക്ട് വെതർ സിസ്റ്റംസിൻ്റെ പ്രഡിക്റ്റബിലിറ്റി നമ്മൾക്ക് മാത്രമല്ല പൊതുവെ എല്ലായിടത്തും അത് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇഷ്യൂ ചെയ്തപ്പം ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന ഫോക്കാസ് Day 1 ഫോക്കാസ്, പിന്നെ Day 2, Day 3, Day 4, Day 5 അങ്ങനെ 5 days ആണ് നമ്മൾ വാണിംഗ് കൊടുക്കുക. അപ്പോൾ Day 1, Day 2ൻ്റെ ആക്യുറസി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 80% എന്ന് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുക്കുന്ന എക്സാക്ട്ലി സെയിം ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ ചിലപ്പം അഡീഷണൽ ഡിസ്ട്രിക്ട്സ് ഉണ്ടാവാം, ചിലപ്പം കൊടുക്കുന്നത് ഒഴിവാകാറുണ്ട്. അപ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം കൂടി എടുക്കുമ്പോഴാണ് അത് ഒരു 80% നമുക്ക് ആക്യുറസി കാണുന്നുണ്ട് Day 1, Day 2 എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതാണ് നമ്മൾ ഒരു എന്താ പറയുക ആക്ഷനബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഫോക്കാസ്റ്റ് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ വാർണിംഗ് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ആക്ഷനബിൾ ആകുക. അപ്പോൾ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ വെരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. അത് സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മൾ IMDയുടെ കേപ്പബിലിറ്റി ഇല്ലായ്മയായിട്ട് തന്നെ കാണരുത്. കാരണം ഇത് ഒരിക്കലും അല്ല, ലോകത്തിൽ ഏത് മീറ്ററോളജിക്കൽ സർവീസിൻ്റെ കയ്യിൽ ഉള്ളത് അത്രയും തന്നെ നമ്മൾ കേപ്പബിലിറ്റി ഉള്ളവരാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ട്രോപ്പിക്സിലാണെന്നുള്ളത് കൊണ്ട് തന്നെ പ്രെഡിക്റ്റബിലിറ്റി ഏറ്റവും കുറവുള്ള ഒരു റീജിയനാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഹൈ ഇമ്പാക്റ്റ് ലോക്കലൈസ്ഡ് വെതർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചാലഞ്ചാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രം കാര്യമായിട്ട് അങ്ങനെ കാണരുത്. പഞ്ചായത്ത് ലെവലിൽ കൊടുക്കാൻ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ആക്യുറസി നമ്മളൊരു വെരിഫൈ ചെയ്യാതെ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആക്യുറസി പ്രൂവ് ചെയ്യാതെ നമ്മൾ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ഫോർകാസ്റ്റ് നമുക്ക് ഡൗൺ സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്ത് ലെവലിലൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ അത് എത്ര ആക്യുറേറ്റ് ആണ്, കാരണം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഏരിയ. അപ്പോൾ നമ്മൾ ഒരു ഫോർകാസ്റ്റ് കൊടുത്തു, അത് കറക്റ്റ് അല്ല ആണോ അല്ലയോ എന്ന് അറിയാതെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ബെനിഫിറ്റ് എന്ന് നോക്കൂ, അത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടെക്നിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റ്സ് ഉണ്ട്. നമ്മളൊരു അതായത് ഇപ്പം നമുക്ക് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിനുള്ളത് ഹൈ പവർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിനാണെങ്കിൽ പോലും ലിമിറ്റേഷൻസ് അല്ലേ. എത്ര ഡാറ്റ ഇപ്പോൾ സാറ്റലൈറ്റ് ഡിറൈവ്ഡ് റഡാർ എന്നുള്ള ഒബ്സർവേഷൻ, AWS എന്നുള്ള സർഫസ് ഒബ്സർവേഷൻ, അത് പല ലെവലിലുള്ള ഒബ്സർവേഷൻസ് ആണെന്ന് ആലോചിക്കണം. അത് എത്ര എന്താ പറയുക സ്റ്റെപ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. 7 ദിവസത്തെ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില സിസ്റ്റങ്ങൾ ഇപ്പോൾ നമ്മൾ IMD യൂസ് ചെയ്യുന്നത് 10 days ഫോർകാസ്റ്റ് വരെയൊക്കെ തരുന്നുണ്ട്. അപ്പം അത്രയും കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് റീസണബിളി ഗുഡ് ആണല്ലോ. Day 1, Day 2 ഫോർകാസ്റ്റ് റീസണബിളി റിലയബിൾ ആണ്. റിലയബിൾ ആണ്. ചേഞ്ചസ് അത് ഓക്കെ, അത് ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലപ്പോഴെന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ ഒരു ദിവസം 4 പ്രാവശ്യം നമ്മൾ ഈ വാർണിംഗ് ആണെങ്കിൽ പോലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ഒബ്സർവേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ കണ്ടു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ, ഇൻഫോം ചെയ്യണമല്ലോ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു അൺഇൻഫോംഡ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇൻഫോംഡ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 4 പ്രാവശ്യം ഈ റിവിഷൻ്റെ കാര്യം തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റീസെൻറ്റ് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് കൊടുക്കുക. പിന്നെ ഈ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അത് ഒരിത്തിരി ടെക്നിക്കലായിട്ട് ഒന്ന് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മീറ്ററോളജിയിലെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേച്ചറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മിമിക് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അതായത് നമ്മൾ മോളിക്കുലർ സ്കെയിലിൽ നടക്കുന്ന ഇവാപ്പറേഷൻ ആണ് ഈ വെതർ സിസ്റ്റത്തിനെല്ലാം എനർജി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മഴയെല്ലാം എന്ന് പറയുന്നത് മോളിക്കുലർ ലെവലിൽ നടക്കുന്ന പ്രോസസ്സ് ആണ് ഈ പറയുന്ന നമ്മളുടെ ട്രോപ്പിക്കൽ സൈക്ലോണൊക്കെ ആയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാ പ്രോസസ്സും അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ ലാൻഡ്സ്കേപ്പും എല്ലാം ഒന്നും മോഡൽ ചെയ്തിട്ടുണ്ടാവില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പല കാര്യങ്ങളും നമ്മൾ അപ്രോക്സിമേഷൻ, അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നു പറഞ്ഞാൽ ഏകദേശം ഒരു 600 സർഫസ് ഒബ്സർവേഷൻ ഉണ്ട് നമുക്ക് വിചാരിക്കാം. ഇത് രാജ്യത്ത് മുഴുവൻ സ്പ്രെഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് അപ്രോക്സിമേഷനിലാണ്. പിന്നെ ഇത് സോൾവ് ചെയ്യുന്നത് ഇത് കോംപ്ലക്സ് ഇൻട്രാക്ഷനാണ്. ഇതിപ്പം നമ്മൾ 2 2 4 എന്ന് പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ അല്ല ഇത്. അപ്പം നമ്മളെപ്പോഴും അതിനെ നമ്മൾ ലീനിയർ എന്ന് പറയും, ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയും. ഇതിപ്പോൾ ലീനിയർ അല്ല, അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. ഇപ്പോൾ ആലോചിക്കാവുന്നുള്ളൂ, ഇവാപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അതിനിടെ നടുക്ക് കണ്ടൻസേഷൻ നടക്കാം, പല കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഓഷ്യൻ്റെ പ്രോക്സിമിറ്റി, പിന്നെ ഹില്ലി ടെറെയിൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ക്ലൈമറ്റിനെ അല്ലെങ്കിൽ വെതറിനെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് നമ്മൾ മിമിക്ക് ചെയ്ത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇത്രയും ഒബ്സർവേറ്ററീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതും ഒരു പരിധി വരെ ഒരു അപ്രോക്സിമേറ്റ് റെപ്രസെൻറ്റേഷനേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ പല അപ്രോക്സിമേഷൻസാണ് നമ്മൾ ഈ പ്രസൻറ്റ് സ്റ്റേജിൽ തന്നെ കൊടുക്കുന്നത്. അപ്പം ഫ്യൂച്ചറിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ വരികയെന്ന് ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ തന്നെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആണ്, അതായത് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 + 2 = 4 നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുപോലൊരു ഡെഫിനറ്റ് സയൻസ് അല്ല മീറ്ററോളജി. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ 1.999999 അങ്ങനെ ഇട്ടിട്ട് +1.999 സംതിങ് അങ്ങനെ പോവുക. നമുക്ക് എത്ര കമ്പ്യൂട്ടേഷൻ പോകേണ്ടോ അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. ഇതേതെങ്കിലും സ്റ്റേജ് വെച്ച് നമ്മളിത് നിർത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 10 ഡിജിറ്റ് വെച്ച് നിർത്തി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അതൊരു എററാണ്. ആ എറർ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടും. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ എത്ര പവർഫുൾ ആയാൽ പോലും ഒരു നേച്ചറിനെ നമ്മൾ ടോട്ടലി നമുക്ക് മിമിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മോഡലാക്കിയിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും. അപ്പോൾ നമ്മൾ IMDയിൽ ഉപയോഗിക്കുന്ന മോഡലുകളെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കുറച്ച് ടോപ്പോഗ്രഫിക്കൽ കണ്ടീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് IMDയുടെ മോഡൽ കുറച്ചുകൂടെ, എസ്പെഷ്യലി മൺസൂൺ സീസണിൽ നമ്മൾ പ്രത്യേകിച്ചും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന IMDയുടെ മോഡലിനെ തന്നെയാണ്. കാരണം നമ്മുടെ റീജിയണൽ പെക്യുലാരിറ്റീസ് കൂടുതൽ അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു എന്താ പറയുക 100% ആക്യുറേറ്റ് ഫോക്കാസ് എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് അല്ല, അത് മീൻ പിടുത്തക്കാർക്ക് പറയുന്നത് നമ്മൾ വിൻഡിൻ്റെയാണ്, വിൻഡും സീ കണ്ടീഷനാണ്. അത് അത്ര തെറ്റാറില്ല. കാരണം ഓഷ്യാനിക് റീജിയണിൽ വിൻഡും സീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ സ്റ്റേബിളാണ്. അതങ്ങനെ ലാൻഡ് ഏരിയയിൽ പോലെ അത്രയും അൺസ്റ്റഡി അല്ല. ഫ്ലഡിന്റെ കാര്യം ചോദിച്ചല്ലോ. കഴിഞ്ഞ 3-4 വർഷമായിട്ട് കേരളത്തിലെ ഭയങ്കര എക്സ്ട്രീം ആണ് വെതർ കണ്ടീഷൻസ്. കേരളത്തിന്റെ മാത്രം ഒരു ഫിനോമിനയാണോ അതോ വേൾഡ് ഓവർ അങ്ങനെയാണോ? എക്സ്ട്രീം വേൾഡ് ഓവർ ആണല്ലോ, കേരളത്തിൽ മാത്രമല്ല വേൾഡ് ഓവർ. ഇപ്പോൾ ഹീറ്റ് വേവ് വന്നു, മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഹീറ്റ് വേവ് ആയിട്ട് അഫക്റ്റ് ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് വരുന്നത് ഫ്ലഡാണ്. അപ്പോൾ ഈ എക്സ്ട്രീം സിവിയർ ഡ്രൗട്ടും സിവിയർ ഫ്ലഡും എന്നൊക്കെ പറയുന്ന മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുൻപ് തന്നെ ചൈനയിലൊരു വലിയ ഫ്ലഡ് ഉണ്ടായി. ഇപ്പം നമ്മുടെ ഇവിടേക്കൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഞങ്ങൾ എന്താ പറയുക മെറ്റീരിയോളജിക്കൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും എന്താ പറയുക ഇൻ്റർനാഷണൽ ഫീൽഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് എക്സ്ട്രീംസ് ഹീറ്റ് വേവ് ഒക്കെ നമ്മൾക്ക് ഈ വർഷമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു എപ്പിസോഡ് ഈ അടുത്തുണ്ടായത്. അതല്ലാതെ ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് ആസ്ട്രേലിയയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഉദാഹരണം ഈ ഹജ്ജ് പീരീഡിൽ നടന്ന ഒരു എന്താ പറയുക ഒരു ഡെത്ത്, ഹീറ്റ് റിലേറ്റഡ് ഡെത്ത്, അതൊക്കെ ഈ വർഷമാണ് കൂടുതലായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രം പ്രത്യേകതയല്ല. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് കൂടുതലേ ഉള്ളൂ കമ്മിങ് ഡേയ്സിൽ, അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞൊരു നാച്ചുറൽ സൈക്കിളുണ്ട്. അപ്പോൾ ആ നാച്ചുറൽ സൈക്കിളിൽ എംബഡഡ് ആയിട്ട് ഹ്യൂമൻ ഇൻ്റർഫറൻസും കൂടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ വാർമിങ് ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ എന്താ പറയുക കുറച്ച് കൂടുതൽ ഈ ഹീറ്റ് അവൈലബിൾ ആണ്, മോയ്സ്ചർ അവൈലബിൾ ആണ്. അപ്പോൾ വെതർ സിസ്റ്റംസ് കൂടാം. അതാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലഡ് ഉണ്ടാകും.
അപ്പോൾ അതേപോലെ തന്നെ അതിന് മറ്റേ ഫീഡ്ബാക്ക് മെക്കാനിസങ്ങൾ വേറെയും ഉണ്ടാവാം, അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് സൈക്കിൾ എന്നുള്ള പോലെ. അപ്പോൾ എക്സ്ട്രീം ഇവൻറ്റ്സ് കൂടാനായിട്ടാണ് സാധ്യത ഇപ്പോഴും അനാലിസിസ് ഒക്കെ കാണിക്കുന്നത്. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഹോക്സ് ആണെന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. ഇല്ല, അറ്റ്ലീസ്റ്റ് IMD ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയിട്ടില്ല. നമ്മളത് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പല എന്താ പറയുക കമ്മ്യൂണിക്കേഷനിലും പറഞ്ഞിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഇമ്മിനൻറ്റ്, ഇറ്റ് ഈസ് ദേർ, ഇറ്റ്സ് എ റിയാലിറ്റി. അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ എന്തെങ്കിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നവർ ഇതൊരു ട്രാൻസിയൻറ്റ് ഫീച്ചർ ആണോ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി പോകുന്ന ഉറപ്പ് പറയാൻ പറ്റാതെ നമ്മളതിനെ പറ്റിയിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ട്രെൻഡ് അനാലിസിസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ റീസെൻ്റായിട്ട് നമ്മൾ ചേഞ്ചസ് കണ്ടതുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മളെപ്പോഴും ക്ലൈമറ്റ് നോർമൽസ് മാറാറുണ്ട്. ഇപ്പം നമ്മൾ പഴയ നോർമൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2000 WMO ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് വർഷത്തിലുള്ള വാല്യൂസാണ് നോർമൽസ് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ രാജ്യത്തും ഒരേപോലെയുള്ള അനാലിസിസ് നടക്കണം. അതുകൊണ്ട് അപ്പോൾ ആ പ്രോസസ്സൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ സ്ഥിരതയുള്ളൊരു മാറ്റമാണെന്ന് കാണുമ്പോഴല്ലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ചില പ്രഡിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 30 years കൂടിയാണ് ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു സർവൈവൽ പോസിബിലിറ്റീസ് മനുഷ്യർക്കുള്ളൂ എന്നൊക്കെ ഉള്ള തിയറീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എക്സ്ട്രീം ആണോ? അത് ഞാൻ പറയില്ല, അത് പറയാൻ ഞാൻ ആളല്ലെന്നേ ഞാൻ പറയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മെയിൻ ലൈനിൽ റെയിൻ കുറയുമ്പം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ റെയിൻ കൂടുക എന്നുള്ളൊരു ടെൻഡൻസി ആണ്. ജിയോഗ്രഫിക്കൽ അത് ഉണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ അതൊരു ചർച്ചാ വിഷയമാകുന്നത്. ഓക്കെ, ഈവൻസ് ഒക്കെ ഇപ്പം പിന്നെ ഒരു പ്രത്യേകത കേരളത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നാരോ ബെൽറ്റിൽ നമുക്ക് ഹിൽസ് ഉണ്ട്, മിഡ്ലാൻഡ് ഉണ്ട്, പിന്നെ കോസ്റ്റ് ഉണ്ട്. അപ്പം ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ നമ്മൾ റിയലൈസേഷനുള്ള ടൈം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് അഫക്റ്റഡ് ആകും എല്ലാവരും. അപ്പോൾ 80 kilometer വിട്ടിൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് അതെല്ലാം സംഭവിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ. അപ്പം നമുക്ക് റെസ്പോൺസ് ടൈം ചിലപ്പോൾ കുറവായിട്ട് വരാം. അതാണ് ഇതിന് നമ്മൾ കേരളത്തിൻ്റെ ഒരു പെക്യൂരിറ്റി. പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു ഫാക്ടറാണ്. അപ്പം ഹിൽസ് ആണെങ്കിൽ പോലും നമ്മുടെ ഹിൽസൊക്കെ ഒക്യുപ്പൈഡ് ആണ്, ആളുകൾ താമസിക്കുന്നതും അല്ലെങ്കിൽ കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ നമ്മൾ അത്ര ഇവിടെ മാത്രമല്ല, പിന്നെ നമുക്ക് നമ്മുടെ പ്രത്യേകത കൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നാം. ഈ ഹിൽസിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ പ്ലാന്റേഷൻ സെക്ടർ അല്ലെങ്കിൽ പ്ലാന്റേഷൻ കാരണമാണ് കേരളത്തിൽ ഇത്രയും ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നത് എന്നൊരു തിയറി ഉണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് വ്യക്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സർവേഷൻ ഇതാണ്, നമ്മൾ ഈ മൈനിങ് അല്ലെങ്കിൽ ഹെവി ക്വാറിയിങ് അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി എന്താ പറയുക എക്യുപ്മെൻറ്റ്സ്, എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ആയിരിക്കാം. എന്താ ഹിൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അത്ര സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മണ്ണൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു എന്താ പറയുക ഒരു എന്താ ബാലൻസ് അവിടുത്തെ പോകുന്ന ജിയോഡെസിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു എർത്തിൻ്റെ ഒരു ഘടന മാറുന്നത് കൊണ്ട് ആ വെയിറ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇൻസ്റ്റബിലിറ്റി ആയിരിക്കും അതിന് കാരണം. അപ്പോൾ അതാണ് പറഞ്ഞത്, അതിന് ഞാനല്ല അതിൻ്റെ ആൾ പറയാമെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ടായിരിക്കും ഈ നമ്മൾ ആക്ഷൻ പോയിന്റ് ഇത് എന്തെങ്കിലും ഒരു വാർണിംഗ് കൊടുത്തുമ്പോൾ അലർട്ട് കൊടുത്തുകഴിയുമ്പം ഡൂസ് ആൻഡ് ഡോൺസിൽ പറയുന്നതിൽ ഒന്ന് ഇതാണ് സ്റ്റോപ്പ് ഓൾ മൈനിങ് ആക്ടിവിറ്റീസാണ് ഒരു ഡയറക്ഷൻ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പുതിയതായിട്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയതോ അല്ലെങ്കിൽ മണ്ണരിഞ്ഞെടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഇമ്പാക്റ്റ് കൂടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണത്. അപ്പോൾ അത് ഒരു പരിധി വരെ പ്ലാന്റേഷൻസ് നമ്മൾ പറയാൻ പറ്റില്ല, പക്ഷേ ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഒരു കാരണമായിരിക്കും ഈ ഇൻസ്റ്റബിലിറ്റിക്ക്. ഈ ലൈറ്റ്നിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പം ഒരു കുറച്ച് അധികം ആൾക്കാർ മരിക്കുകയുണ്ടായി വീഴത്തൊക്കെ. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഫോർകാസ്റ്റിംഗ് അത് എഫിഷ്യൻസി വെച്ചാൽ ലൈറ്റ്നിങ് എന്താ വെച്ചാൽ അതും ഇപ്പം നല്ല ലൈറ്റ്നിങ് എവിടെ സ്ട്രൈക്ക് ചെയ്യണമെന്ന് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈറ്റ്നിങ് സ്ട്രൈക്കിംഗ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാകുമ്പോൾ ഒരു കുറച്ച് ഒന്ന് ഒക്കർ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സാക്ട്ലി ഈ പർട്ടിക്കുലർ പോയിന്റിൽ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആകെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ നൗകാസിലൊക്കെ നമ്മൾ പറയുന്ന സിവിയർ തണ്ടർസ്റ്റോം ഈ ഇന്ന ഡിസ്ട്രിക്ട്സിൽ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ലൈറ്റ്നിങ് സാധാരണ വരുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് അതിൽ ഡോൺസ് എന്നുള്ളതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഡൂസ് എന്നുള്ളതിൻ്റെ അകത്ത് അങ്ങനെയാണത് മെസ്സേജ് പോവുക.
അപ്പോൾ അത്രയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സാറ്റലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മളത് മോണിറ്ററൊക്കെ ചെയ്യുന്നുണ്ട്, ലൈറ്റ്നിങ് ഫ്ലാഷസ് എവിടെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം മൂവ് ചെയ്യുന്നുണ്ട്, ഒരു സിവിയർ തണ്ടർസ്റ്റോം സെല്ല് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള ഡിസ്ട്രിക്ട്സിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ഒന്നുണ്ട്, കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു അലേർട്ട് പ്രോട്ടോക്കോൾ ഉണ്ട്. അത് എന്താ പറയുക, നമ്മൾ വെതർ റിലേറ്റഡ് മാത്രമല്ലാത്ത എല്ലാ ഡിസാസ്റ്റേഴ്സിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അഫക്റ്റ് ആവാൻ പോകുന്ന ആ റീജിയനിലെ ആളുകൾ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മെസ്സേജസ് പോവുക. അപ്പോൾ അതൊരു വഴിയാണ്. വെച്ചാൽ എക്സാക്ട്ലി ഈ പോയിന്റിൽ ആവുന്നുള്ളതിനേക്കാളും കുറച്ച് ഈ ജില്ലയുടെ ഇന്ന ഭാഗങ്ങളിലൊക്കെ ലൈറ്റ്നിങ് സ്ട്രൈക്സ് വരാൻ ചാൻസസ് ഉണ്ട് 3 മണിക്കൂറിനുള്ളിൽ. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അല്ല, അത് തന്നെ ഒബ്വിയസ്ലി അതാണ്. മരത്തിൻ്റെ ചോട്ടിൽ അഭയം തേടാതിരിക്കുക, വെള്ളത്തിലിറങ്ങി നിൽക്കാതിരിക്കുക, ഓപ്പൺ സ്ഥലത്ത് അങ്ങനെ ബൈ ചാൻസ് ഓപ്പൺ സ്പേസ് ആണെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിൽക്കാതെ കിടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് മൂവിങ് വെഹിക്കിൾസിന് അത് പ്രശ്നമില്ലല്ലോ. ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടയറാണ്, ടയറിലുകൊണ്ട് ഒരു ഇൻസുലേഷൻ ഉണ്ട്. കേരളത്തിൽ സൺസ്ട്രോക്ക് സൺബേൺസ് ഒക്കെ ഭയങ്കരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ കൊണ്ടാണ്? എനിക്കത് എന്താ പറയുക, സ്റ്റഡി ചെയ്യാതെ അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ UV റേഡിയേഷനിലുള്ള കൂടുതൽ കൊണ്ടായിരിക്കാം. ഒന്നിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ എക്സ്പോഷർ കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പം അതെന്താണെന്ന് നോക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഹീറ്റ് അലർട്ട് കൊറോണയായിട്ട് വന്നു. ഹീറ്റ് അലർട്ട് ആക്ച്വലി ഡിക്ലെയർ ചെയ്തു ഈ വർഷം. അതുപോലെ വാം നൈറ്റും ഡിക്ലെയർ ചെയ്തു. ഇതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? ഇതിനൊരു ഹീറ്റ് കണ്ടീഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ മഴയുടെ ഫ്ലഡിന് ശേഷം അലർട്ടായി എന്ന് പറയുന്നത് ഹീറ്റിന്റെ കേസിൽ ഒരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളൊരു ട്രെൻഡ് അനാലിസിസ് നടത്തിയപ്പോൾ ഒരു വാമിംഗ് ട്രെൻഡാണുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു മാക്സിമം ടെമ്പറേച്ചർ ആണെങ്കിലും എല്ലാ സീസണിലെയും ടെമ്പറേച്ചർ കുറച്ച് ഹയർ സൈഡിലേക്കാണ് കാണുന്നത് ഇപ്പോൾ. അപ്പോൾ അത് ഇനി തൊട്ട് എനിക്ക് തോന്നുന്നു ഈ ഹയർ ടെമ്പറേച്ചേഴ്സ് ഒരു സാധാരണ കാര്യമായിട്ട് വരാം. അത്രയൊരു കംഫർട്ടബിൾ അല്ലാത്ത ടെമ്പറേച്ചേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ട്രെൻഡ് അനാലിസിസ്, ഇപ്പോൾ നമ്മൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും കൂടി ചെയ്യുവാണല്ലോ ചെയ്യുക. അപ്പോൾ അത് അപ്പം മാക്സിമം ടെമ്പറേച്ചർ ആയാലും മിനിമം ടെമ്പറേച്ചർ ആയാലും മീൻ ടെമ്പറേച്ചർ ആയാലും മിക്കവാറും എല്ലാ സീസണിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഒരു മീൻ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ സീസണിലും അത് ഹയർ എന്താ പറയുക ഹയർ സൈഡിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് വന്നിട്ടുള്ളത്. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കിപ്പം ഇവിടെ KSDM പറയുന്നത് നമുക്ക് സ്റ്റേറ്റിന് സൂട്ടബിൾ അല്ല, നാഷണൽ ക്രൈറ്റീരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ, അങ്ങനെ അത് പോസിബിൾ ആണോ ഒരു സ്റ്റേറ്റിന് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യാനുള്ള ക്രൈറ്റീരിയ? അതിന് നമുക്ക് ഒത്തിരി വേറെ കുറേ കാര്യങ്ങൾ അപ്പം അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ സ്റ്റേറ്റിലെ ആളുകളുടെ അത് അവരുദ്ദേശിച്ചത് ഒരു പക്ഷേ ഇങ്ങനെ കംഫർട്ട് ലെവലിനെ പറ്റിയായിരിക്കും. ഒരു ഹീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഇൻഡെക്സ് ആണ്. അത് ഇന്ത്യൻ കണ്ടീഷൻസ് കേരളത്തിലെ കണ്ടീഷൻസ് അത് വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം അവരുടെ ഒരു കംഫർട്ട് ലെവലല്ല നമുക്കുള്ളത്. അപ്പം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ആള് എന്താ പറയുക ഓരോ ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റി കണ്ടീഷൻസിലും എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അയാൾക്ക് എത്ര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഡെക്സ് ആയിരുന്നു അത്. അപ്പം നമ്മളിപ്പോൾ വിദേശത്തേക്ക് ഫോർകാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ വാല്യൂ ഉണ്ടാകും, ഫീൽസ് ലൈക്ക് എന്ന് പറഞ്ഞ് വേറൊരു വാല്യൂ ഉണ്ടാകും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കംഫർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ വിൻഡ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കംഫർട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അത് എന്താ പറയുക ഒരു റിസർച്ച് മോഡിൽ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്, വാലിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ അത് വാലിഡ് ആണോ എന്നുള്ളത് അത് കഴിയുമ്പോഴേ അറിയാൻ പറ്റും. പിന്നെ കേരളത്തിലെ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റൽ ബെൽറ്റ് ആണെന്നുള്ള ഒരൊറ്റ പ്രത്യേകതയുള്ളൂ. അപ്പം ബാക്കിയുള്ള കോസ്റ്റൽ സ്റ്റേറ്റുകളിൽ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അല്ലാതെ സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, കംഫർട്ട് മാത്രമാണ് വേരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ്, അതൊരു ഷെയ്ഡിലാണ്, അതായത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിൻ്റെ അകത്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇൻഫ്ലോ നന്നായി നടക്കുന്ന ഒരു ഷെയ്ഡ് സ്റ്റീവൻസൺ സ്ക്രീൻ എന്നാണ് അതിന് പറയുന്നത്.
അപ്പോൾ വിൻഫ്ലോ നന്നായി നടക്കും. പക്ഷേ വലിയ കാറ്റ് അതിൻ്റെ അകത്ത് പോകാത്ത ഒരു രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുക പ്രൊട്ടക്റ്റീവ് ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നില്ല. അപ്പോൾ അതിൽ കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻ്റ് എയർ ടെമ്പറേച്ചറാണ്. അപ്പം ഒരാൾ വെയിലത്ത് നിൽക്കുന്ന ആൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടുണ്ടാകുന്ന ചൂടും കൂടിയുണ്ട്. അപ്പോൾ ഈ എയർ ടെമ്പറേച്ചർ അതാണ് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, അതങ്ങനെയല്ല. അപ്പം നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ വെയിൽ കൊള്ളുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. മറ്റ് ടെമ്പറേച്ചർ എന്നപ്പോൾ നമ്മൾ 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 35 എന്ന് പറഞ്ഞാൽ ഒരു ആ ഷെയ്ഡിൽ തെർമോമീറ്ററിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ മാത്രമാണ്. ഇപ്പം പലരുടെയും ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ടുമൊക്കെ ഇപ്പം ഡയറക്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ സൺഷൈനിൽ നമുക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയുക റെസ്പോൺസ് വേറെ ആയിരിക്കാമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അതൊരു ഡിഫറൻസ് മനസ്സിൽ ആക്കണം. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ഹീറ്റ് വേവ് ക്രൈറ്റീരിയ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി പ്രത്യേകിച്ച്, കാരണം ഞാൻ കേട്ടില്ല. ഒന്ന് 1 ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്തതല്ല, അപ്പം എനിക്ക് നമ്മളിപ്പം നമ്മൾ കോസ്റ്റൽ കർണാടകയും കേരളയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അവിടെ വർക്കാവുന്ന ക്രൈറ്റീരിയ എവിടെയും വർക്കാവണമല്ലോ. ഗേജിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് കുറെയൊക്കെ കോസ്റ്റിനോട് ചേർന്നാണ്. ഇപ്പം കൊച്ചി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾഡ് എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന അത് മെഷർ ചെയ്യുന്നതും കൊച്ചി സിറ്റിയിൽ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരാൾ അയാളുടെ എക്സ്പീരിയൻസ് തമ്മിൽ കുറെ വ്യത്യാസം ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഡിഗ്രി സെൽഷ്യസ് അത് ഒരു എന്താ പറയുക അർബനൈസേഷന്റെ ഒരു പ്രശ്നമാണത്. അപ്പം നമ്മളിപ്പം അതിന് സ്യൂട്ട് ആയിട്ട് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത ആളുകൾക്ക് കൊടുക്കണ്ടേ. അതായത് നമ്മൾ കൊച്ചിയിൽ ഇപ്പൊ 35 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ ആളുകൾ താമസിക്കുന്ന സിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് 38 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു അഡീഷണൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. നമ്മൾ ഒരു എന്താ പറയുക നമ്മളൊരു താരതമ്യ പഠനത്തിന് വേണ്ടി നമുക്കൊരു സിമിലർ ക്രൈറ്റീരിയ വേണ്ടേ. അപ്പം നമ്മൾ ഓരോ സ്പെസിഫിക് ഓരോ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഓരോ സിറ്റിക്കും നമ്മൾ ഓരോരോ ക്രൈറ്റീരിയ വെച്ച് നമ്മളൊരു താരതമ്യ പഠനം ഇത് നടത്തും. അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടീഷൻ എല്ലാത്തിനും വെക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിനും മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കമ്പയർ ചെയ്യും? ഇല്ല, അത് നോക്കുന്ന ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്നത് വേറെ. ഇപ്പം നമ്മൾ എറണാകുളം ടൗണിൽ മെയിൻ റോഡിൽ കൂടെ കുറെ ചൂടാതെ നടന്നു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിൽ നിന്ന് വരുന്ന ഹീറ്റാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സോളാർ റേഡിയേഷനേക്കാളും. അപ്പോൾ അതിന് നമ്മൾ ഹീറ്റ് വേവ് കണ്ടീഷൻ മാറ്റിയോണ്ട് കാര്യമില്ലല്ലോ. അതെ, നമ്മൾ നോക്കൂ ഇത് എന്താ പറയുക നമ്മൾ ഈ കാലാവസ്ഥാ ശാസ്ത്രം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സയൻസ് ആയിട്ടാണെങ്കിൽ പോലും എത്രയോ വർഷങ്ങൾ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു കംഫർട്ട് സ്റ്റേജ് ഇത് മാറി, നമ്മളുടെ ലാൻഡ്സ്കേപ്പ് മാറി, ലാൻഡ് യൂസ് മാറി, നമ്മളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റൈൽ മാറി, എല്ലാം മാറി. പക്ഷേ എന്താ പറയുക ചില കണ്ടീഷൻസ് നമ്മൾ പഠനങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ആ കണ്ടീഷൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ മാറാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് അന്ന് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പണ്ടത്തെ കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും സെയിം ക്രൈറ്റീരിയ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു എപ്പോഴും എന്താ പറയുക ഒരു എന്താ പറയുക മൂവിങ് ഗോൾ പോസ്റ്റ് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ്. അപ്പം അങ്ങനെ ഒരു സജഷൻ അവരുടെ ഭാഗത്തുനിന്ന് വന്നത് എനിക്ക് അറിയില്ല. അത് നോക്കാം. ചൂട് കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഒബ്സർവേഷൻ അതെ ഡിസ്കംഫർട്ട് കൂടുന്നുണ്ടാവും. കാരണം നമ്മളുടെ എൻവയോൺമെൻറ്റ് മാറിയില്ലേ. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന വീടുകളെല്ലാം നമ്മളിപ്പോൾ താമസിക്കുന്നത്, നമ്മൾ പണ്ട് ചെയ്തിരുന്ന ജോലികളല്ല ഇപ്പോൾ ചെയ്യുന്നത്, പണ്ട് ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ല നമ്മളിപ്പോൾ ധരിക്കുന്നത്. ഇല്ല, അത് അഗെയിൻ അത് എന്താ പറയുക ഇപ്പോൾ വാട്ടർ ലെവൽസൊക്കെ നമുക്ക് തരാറുണ്ട്. റിവറിലെ വാട്ടർ ലെവലും ഡാമിലെ വാട്ടർ ലെവലും അതെന്താ വെച്ചാൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം റീസെൻ്റായിട്ടൊരു ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോക്കാസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ റിവർ ഓൾറെഡി എന്താ പറയുക ഒരു ഡേഞ്ചർ മാർക്കിലോ അല്ലെങ്കിൽ ബിലോ ഡേഞ്ചർ മാർക്കിലൊക്കെ നിൽക്കുന്ന റിവർ ആണെങ്കിൽ അവിടെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ കൂടുതൽ മഴ വരുവാണെങ്കിൽ അപ്പോൾ അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് മാത്രം ആ ഡാറ്റ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ മോണിറ്ററിങ് അഗെയിൻ അത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഒരു ജോലിയാണ്, ഫ്ലഡ് ഫോക്കാസ്റ്റും ഒക്കെ. അപ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്ന ഫ്ലഡ് ഫോക്കാസ്റ്റ് നമുക്ക് പാസ് ഓൺ ചെയ്യുന്നു, നമ്മളത് നമ്മളുടെ ബാക്കിയുള്ള വാർണിങ്ങിലും ഒക്കെ ആഡ് ചെയ്ത് പബ്ലിക്കിൽ കൊടുക്കണമെന്ന് മാത്രം. അവരുടെ പ്രിപ്പറേഷൻ വളരെ ഹെൽപ്ഫുൾ അല്ലേ. അതായത് മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഡാമിൽ വെള്ളം തുറന്നു വിടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആക്യുറസിയുടെ ഇല്ല, അത് എന്താ പറയുക ഒരു ലാർജ് സ്കെയിൽ ഫോക്കാസ്റ്റ് മതിയല്ലോ. അതിനിപ്പം ഡേ ടു ഡേ ഫോക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷനെ ബാധിക്കുന്നതല്ല. അതല്ലാതെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീസണൽ ഫോക്കാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ
ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് ഇൻഫോം ചെയ്തില്ല, ഈ ഫ്ലഡിന്റെ ഒക്കെ സമയത്ത് അതായത് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന് ശേഷം ഫ്ലഡിന് ശേഷം ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവുക അല്ലെങ്കിൽ ഉണ്ട്. അതിനുശേഷം CWC ആണെങ്കിലും ഡാം മോണിറ്ററിങ് ആണെങ്കിലും അതൊക്കെ എപ്പോഴും ആ ഒരു എല്ലാ ദിവസവും 2 നേരം വെച്ച് മോണിറ്ററിങ് വാല്യൂസ് നമ്മളുടെ അടുത്തും വരാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ റെയിൻഫോൾ ഇൻഫർമേഷൻ അവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ റിവർ അല്ലെങ്കിൽ ഡാം ലെവൽ മോണിറ്ററിങ് അവർ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഏവിയേഷൻ ക്ലൈമറ്റും ഒക്കെ അല്ലേ നമ്മുടെ ഫ്ലൈറ്റും ഒരു പ്രശ്നമുണ്ട്, വ്യത്യാസങ്ങൾ അതിലുണ്ട്. ഇല്ല, അത് ഏവിയേഷൻ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരു ഷോർട്ട് റേഞ്ച് ഫോക്കാസ്റ്റിൻ്റെ അകത്ത് ഏവിയേഷൻ ഫോക്കാസ്റ്റ് വരത്തുള്ളൂ. അതായത് നമ്മൾക്കൊരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് തീർക്കുന്ന വരെയുള്ള ഫോക്കാസ്റ്റേ വേണ്ടുള്ളൂ. അതിൻ്റെ അകത്ത് അങ്ങനെ ട്രെൻഡിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ അപ്പർ ലെവൽ വിൻഡിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് കൂടുതലും ഇവരുടെ സ്പീഡും ഡയറക്ഷനും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഇല്ല, സിഗ്നിഫിക്കൻ്റ് ആയില്ല. കാരണം വെച്ചാൽ അപ്പർ ലെവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഫ്ലോ പാറ്റേണിലൊന്നും വലിയ വേരിയേഷനും നമ്മൾ ലോവർ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് അറ്റ്മോസ്ഫിയറിൽ ഫീൽ ചെയ്യുന്ന അത്രയും വലിയ വേരിയേഷൻസ് വരാറില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കുറച്ച് വളരെ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും, അല്ലാതെ ഇങ്ങനെ വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ല. അപ്പോൾ അതുകൊണ്ട് ഏവിയേഷൻ ഇങ്ങനെയുള്ള ലോങ് ടൈം ട്രെൻഡ്സ് ഒന്നും ആകെ കൂടി ബാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ, അവർ ഗ്രൗണ്ടിൽ പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ അവർക്ക് അവരുടെ ഫ്യൂവലിലോ അല്ലെങ്കിൽ അവരുടെ ലോഡിലോ ഒക്കെ, അപ്പോൾ അത് അവരെ ബാധിക്കുന്നത് ഗ്രൗണ്ട് ലെവലിലാണ് കൂടുതലും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ തണ്ടർ സ്റ്റോംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സേഫ്റ്റിയെ ബാധിക്കാവുന്നൊരു ഇഷ്യൂ ഉണ്ട്. തണ്ടർ സ്റ്റോംസ് ഒക്കെ കൂടുതലൊക്കെ ഉണ്ട്. പക്ഷേ അത് അവർക്ക് മാക്സിമം വേണ്ടുന്ന ഒരു 40 hours ശരിക്കും പറഞ്ഞാൽ ഒരു 30 hours അത് കൂടുതലുള്ള ഫ്ലൈറ്റൊന്നും അധികമൊന്നുമില്ല. അപ്പോൾ ഒരു 40 hours ഒക്കെ ഇൻഫർമേഷൻ നമുക്ക് വളരെ സേഫ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അത് ഒരു എഗെയിൻ ഇതൊരു എന്താ പറയുക, ഒരു ഗ്ലോബൽ സിസ്റ്റമാണിത്. നമ്മളുടെ എയർപോർട്ടിലെ ഇൻഫർമേഷൻ, വെതർ ഇൻഫർമേഷൻ അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. അത് ലോക്കൽ എയർപോർട്ടിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എയർപോർട്ടിലേക്ക്. ഇപ്പോൾ അത് നമ്മൾ മെറ്റാർ എന്നാണ് പറയുന്നത്, മീറ്ററോളജിക്കൽ റിപ്പോർട്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു പേര് മാത്രം, അതിന് പ്രത്യേകിച്ച് അബ്രിവേഷൻ ഒന്നും അല്ലാതെ. അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ ലോക്കൽ ഓഫീസിൽ കൊടുക്കും. അവിടെയുള്ള എല്ലാ ഓപ്പറേഷനും വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആണ്, വരുന്ന എയർക്രാഫ്റ്റിനും പോകുന്ന എയർക്രാഫ്റ്റിനും ലോക്കൽ സ്റ്റേഷനും എല്ലാത്തിനും വേണ്ടി. അപ്പോൾ അത് തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം വീണ്ടും ഫോർകാസ്റ്റിംഗ് പർപ്പസിലേക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എവറി ½ an hour നമ്മൾ എല്ലാ എയർപോർട്ടിൽ നിന്നും ഈ ഒബ്സർവേഷൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് അവരുടെ എന്താ പറയുക, അവരുടെ കൂടുതലും എന്താ പറയുക റിയൽ ടൈം ഓപ്പറേഷൻ അല്ലേ. അപ്പം നമ്മൾ കൊടുക്കുന്ന വെതറിനനുസരിച്ചിട്ടാണ് അവർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോങ് റൂട്ട് ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ അതിലേക്ക് എത്ര ഫ്യൂല് വേണ്ടി വരും, അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എന്തെങ്കിലും വെതർ മോശമാകാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അവർക്ക് ഒത്തിരി വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പാസഞ്ചേഴ്സിൻ്റെ കണക്ക് നോക്കിയിട്ടൊക്കെയാണ്, എത്ര പാസഞ്ചേഴ്സിൻ്റെ നമ്പറിലൊന്നും മാറ്റം വരില്ല. അപ്പോൾ അതിന് നോക്കിയിട്ടാണ് അവർക്ക് ക്യാരി ചെയ്യാവുന്ന മറ്റ് വെയിറ്റിൻ്റെ ഒക്കെ കാര്യമൊക്കെ. അപ്പം ഫ്യൂവൽ എത്ര ക്യാരി ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അതിന് പ്ലാനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മീറ്ററോളജി വെതർ ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുക. ലോവർ ടെമ്പറേച്ചർ ജനറലി അവർക്ക് കൂടുതൽ എഫിഷ്യൻറ്റും എക്കണോമിക്കും ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ സമ്മർ സീസണിൽ കുറച്ച് അവർക്ക് ആ ഒരു എന്താ പറയുക എൻജിൻ എഫിഷ്യൻസി കുറച്ച് കുറയുന്നതായിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ ഒരു 1 അല്ലെങ്കിൽ 2 ദിവസത്തെ കാര്യമുള്ളവർക്ക് മാക്സിമം. ഈ വെതർ ഫോർകാസ്റ്റിന്റെ ഡിസമിനേഷൻ ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജിൽ ഉള്ള ഡിസമിനേഷൻ, അതിലെങ്ങനെയെങ്കിലും നമ്മൾ അതർ സ്റ്റേറ്റ്സ് അങ്ങനെ റീജിയണൽ ലാംഗ്വേജിലുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മലയാളത്തിൽ എങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ മലയാളത്തിൽ കുറച്ച് ബുള്ളറ്റ്സ് ഒക്കെ പോകാറുണ്ട്. പിന്നെ ഈ ഫിഷർമെൻ വാർണിംഗ് ഒക്കെ ലോക്കൽ ലാംഗ്വേജിലാണ് പോവുക. ബാക്കിയുള്ള ലാംഗ്വേജ് നമ്മൾ ഡിസമിനേഷൻ നമ്മൾ പബ്ലിക്കിൽ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിലും പിന്നെ ഈ വാർണിങ്സ് ഒക്കെ പോകുന്നത് നമ്മൾ KSDMA വഴിയാണ്. അവരാണല്ലോ ആക്ഷൻ എടുക്കേണ്ടവർ. അപ്പം അവരത് ലോക്കൽ ലാംഗ്വേജിൽ തന്നെയാണല്ലോ അത് തരുന്നത്. ഡയറക്റ്റ് അങ്ങനെ പബ്ലിക്കുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഡയറക്റ്റ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ഒന്ന് പരിചയമായി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കണം ഏത് സ്റ്റേജ് വരെ ചെയ്തിരുന്നത്. അപ്പം ഫാമേഴ്സിനുള്ള ബുള്ളറ്റിനൊക്കെ മലയാളത്തിലാണ് പോകുന്നത്. ഫാമേഴ്സ്, ഫിഷർമെൻ, അവർക്കൊക്കെ ഉള്ളത്. അല്ലാതെ ഈ പബ്ലിക് വെതർ ബുള്ളറ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എക്സാക്ട്ലി പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യണം. അത് കാരണം ഇടയ്ക്കുണ്ടായിരുന്നു ഇപ്പോൾ റീജിയണൽ ലാംഗ്വേജിൽ പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണോ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടത് അതൊന്നും എനിക്ക് ചെക്ക് ചെയ്യാതെ എനിക്ക് പറയാൻ പറ്റില്ല.
എൽനിനോ ലാനിന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ എൽനിനോ എന്ന് പറയുന്നത് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഇല്ലെങ്കിൽ പോലും എൽനിനോ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഘടകമാണ്. അതായത് ഓഷ്യനൊരു ഇവൻ്റാണത്. ഒരു ഗ്ലോബൽ ടെലികണക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഗ്ലോബിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്നത്. ഇപ്പം എൽനിനോ എന്ന് പറയുന്നത് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു ഇവൻ്റാണ്. അതുകൊണ്ടാണ് അത് അത്രയും പ്രൊമിനൻസിൽ നിൽക്കുന്നത് എപ്പോഴും. അപ്പോൾ അതിൽ നിന്ന് ദൂരം കൂടുന്നവരും അതിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടോ അത് കുറച്ച് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു 1-to-1 റെസ്പോൺസ് എപ്പോഴും പറയാൻ പറ്റില്ലാത്ത. പക്ഷേ മിക്കവാറും അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലുണ്ടായ എൽനിനോ ഇവൻറ്റിൽ ഒരു എന്താ പറയുക ഒരു 9 എണ്ണത്തോളം നമ്മൾ നോർമൽ റെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് എൽനിനോ മോശമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില ഫാക്ടേഴ്സും ഉണ്ടാവും. ഇപ്പോൾ എൽനിനോ മാത്രമല്ല നമ്മളെ എന്താ പറയുക സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എൽനിനോ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ന്യൂട്രൽ ഫേസാണ്. ഇപ്പോൾ എൽനിനോയ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അബോവ് നോർമൽ ടെമ്പറേച്ചേഴ്സ് ഈ പെറു കോസ്റ്റിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ വരുന്നതിനെയാണ് നമ്മൾ എൽനിനോ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ടേംസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റീജിയൻ, ഇന്തോനേഷ്യൻ റീജിയനിലൊക്കെ ഡ്രൗട്ട് അല്ലെങ്കിൽ ലെസ് ദാൻ നോർമൽ റെയിനൊക്കെയാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറി ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് മാറി അതിൻ്റെ റിവേഴ്സ് കണ്ടീഷനായ ലാനിനയിലേക്ക് വരും. അപ്പോൾ ലാനിന നമുക്ക് എപ്പോഴും ഫേവറബിൾ ആണെന്ന് നമുക്ക് കൂടുതൽ, അപ്പോൾ ലാനിനയുമായിട്ടാണ് നമുക്ക് കൂടുതൽ റിലേഷൻ. അപ്പോൾ നമുക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്കാണ് നമ്മൾ ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ റെയിൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ലാനിന അത് എൽനൈനോ എന്ന് പറയുന്ന 2 സ്പാനിഷ് വേർഡുകളാണ്. എൽനൈനോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇൻഫൻറ്റ് ജീസസ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കാരണം ക്രിസ്മസ് ടൈമിനനുസരിച്ച് ആ സമയത്താണ് അത് പീക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ളൊരു വാക്കായിട്ടാണ് ലാനിന എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് വാമർ എപ്പിസോഡിന് എൽനൈനോ എന്നും പിന്നെ ലാനിനയ്ക്ക് കൂളർ എപ്പിസോഡിന്. അപ്പോൾ അത് ഏകദേശം ഒരു ചിലപ്പോഴൊക്കെ എങ്കിലും അതൊരു 2.5 വർഷം എടുക്കും ഫുൾ സൈക്കിളൊക്കെ കംപ്ലീറ്റ്. അങ്ങനെ അത്ര പീരിയഡിസിറ്റി അത്ര കറക്റ്റ് അല്ല, ഒരു കുറച്ച് ഇറഗുലറാണ്. 2 to 7 years ആണ് ഒരു ആവറേജ് പീരിയഡിസിറ്റി ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരു ലാനിന എപ്പിസോഡ് ചിലപ്പോൾ 9 to 15 months ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് പീരിയഡ് അല്ലാതെ ഇതൊരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, ഉള്ളതാണ്. പക്ഷേ ഇതിലും നമുക്ക് അതെ റീസെൻ്റ്ലി ഒന്നും നമ്മുടെ ഒബ്സർവേഷൻ കൂടി അവയർനെസ് കൂടി പിന്നെ എന്താ പറയുക ഈ ഗ്ലോബലി നമ്മൾ പണ്ടൊക്കെ ഡാറ്റ ഷെയർ ചെയ്യുമെങ്കിലും ഈ കണക്ഷൻസിനെ പറ്റി നമ്മൾ എന്താ പറയുക കൂടുതൽ അടുത്ത് റിസർച്ചൊക്കെ നടത്തി പിന്നീടാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് മീറ്ററോളജിസ്റ്റുകൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നു പുറത്തേക്കൊക്കെ അധികം ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അതുകൊണ്ടാണ് എൽനിനോ എന്ന് പറയുന്ന മിക്കവാറുമൊക്കെ നമുക്കൊരു മോശം മഴക്കാലമായിട്ടാണ് സാധാരണ പറയുന്നത്. പക്ഷേ റിലേഷൻ കൂടുതൽ ലാനിനോട് ആണെങ്കിൽ പോലും അപ്പോഴും മോശം മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു എൽനിനോ ആയിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും അത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം മറ്റു ചില ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് അതായത് അറേബ്യൻ സീ ബേ ഓഫ് ബംഗാളിലുള്ള ഒരു ഇതുപോലെ തന്നെ ഒരു ഓസിലേഷൻ ഉണ്ട്. അതിനെ എന്താ പറയുക ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്. അപ്പോൾ അത് അറേബ്യൻ സീ വാമർ ആണെങ്കിൽ അത് നമുക്ക് ഫേവറബിൾ ആയിരിക്കും. അതിന് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പം ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കൂടുതൽ റെയിൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ചില ഓസിലേഷൻസ് ഉണ്ട്, നാച്ചുറലി ഒക്കറിങ് ഓസിലേഷൻ. അതിന് പ്രത്യേകിച്ച് ട്രിഗർ ഒന്നുമില്ല, പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്നുള്ളതൊക്കെ ഒരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് കാണുന്നത്, അങ്ങനെയാണ്. അല്ല അത് പറഞ്ഞത് മൾട്ടിപ്പിൾ റീസൺസ് കുറച്ച് നാച്ചുറൽ റീസൺസ് എന്ന് പറയുന്നതായിരിക്കും എളുപ്പം നല്ല കറക്റ്റ്. അപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ പറഞ്ഞാൽ ചില ഓസിലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയില്ല. ഇപ്പോൾ 2018-19 എന്നൊക്കെ പറഞ്ഞാൽ അറേബ്യൻ സീ കുറച്ച് വാമറായിരുന്ന സമയമാണ്. അന്നാണ് നമുക്ക് കൂടുതൽ സൈക്ലോൺസ് അറേബ്യൻ സീയിൽ ഉണ്ടായത്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്, മറൈൻ ലൈഫിനെ അത് ബാധിക്കും. ഈ പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ ആണെങ്കിൽ പോലും കോറൽ ബ്ലീച്ചിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അഗൈൻ അത് എന്താ പറയുക ഞങ്ങൾ IMDയുടെ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡൊമൈൻ. ഇപ്പോൾ ഹൈദരാബാദിലെ ഒരു ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ സയൻസസ് എന്ന് പറഞ്ഞാൽ ഇൻകോയ്സ്. അപ്പോൾ അവരാണ് അതിൻ്റെ എന്താ പറയുക സീ കമ്പണൻ്റ് അവരാണ് ചെയ്യുക, മറീൻ കമ്പണൻ്റ് അവരാണ് ചെയ്യുക. അപ്പം വാർണിങ്സ് ആണെങ്കിൽ പോലും ഇത് കമ്പൈൻഡ് ആയിട്ട് IMD ഒരു ബുള്ളറ്റിൻ ഇഷ്യൂ ചെയ്യുന്നു. അവരുടെ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നു,
നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം സിംഗിൾ ബുള്ളറ്റിനായിട്ട് പബ്ലിക്കിന് പോകുക എന്നുള്ള പോലെ. അപ്പോൾ അത് ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അഗൈൻ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വെസൽസിൻ്റെ എഫിഷ്യൻസി കുറയാറുണ്ട്, അവർ ഫ്യൂൽ യൂസേജ് കൂടാറുണ്ട്, എൻജിൻ എഫിഷ്യൻസി കുറയാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെസൽ ഓപ്പറേഷൻ അങ്ങനെ ബാധിക്കും. അല്ലാതെ മറൈൻ ലൈഫിനെ നല്ലപോലെ ബാധിക്കും. ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, മറൈൻ ലൈഫിനെ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കാറുണ്ട്. ഫിഷർമെൻ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും പറയുന്ന ഓഖി ചേഞ്ച്ഡ് എവറിത്തിങ്, അവരുടെ ഒരു സൈഡിൽ നിന്ന് വരുന്ന കടൽ അതിനുശേഷമാണ് കടൽ മാറിയതെന്ന് അവരെപ്പോഴും പറയാറുണ്ട്. അത് കറക്റ്റ് ആണോ? ആക്ച്വലി കറക്റ്റ് ആണോ? ഓഖിക്ക് ശേഷമാണോ ഈ മാറ്റങ്ങൾ, അതോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു? എനിക്ക് തോന്നുന്നു ഓഖിക്ക് ശേഷമാണ് ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ അവയറായെന്നുള്ളതായിരിക്കാം ഒരു കാരണം. അതുവരെ ഞാൻ പറയുന്ന എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ബാധിക്കാത്ത ഒരു റീജിയൻ ആയിരുന്നല്ലോ നമ്മളിപ്പോൾ. അതിനുശേഷമാണ് നമ്മളെയും ബാധിക്കാം എന്നുള്ളതുകൊണ്ടും അവയർനെസ് കൂടി. എന്താ പറയുക, ഇപ്പം അതിനുശേഷം ആളുകളാണെങ്കിൽ പോലും അതിനു മുമ്പ് വെതർ മെസ്സേജസ് അല്ലെങ്കിൽ ഫിഷർമാനാണെങ്കിൽ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരെങ്കിലും അത് ഗവനിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഓഖിക്ക് ശേഷമാണ് ഈ ഇങ്ങനെയുള്ള അലേർട്ടുകളും അല്ലെങ്കിൽ വാർണിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പലരും അറിയുന്നത് പോലും. അപ്പോൾ അതൊരു പരിധി പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചുള്ളൊരു അനുഭവ പാഠമാണ്. നമ്മളൊരു ദുരന്തത്തിൽ നിന്നൊരു പാഠം പഠിച്ചൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ന് പറയുക. തിരുവനന്തപുരത്ത് ഒരു ദിവസം മഴ പെയ്യാണ്. അപ്പൊ ആ ദിവസം ഒരു റെഡ് അലർട്ട് കാണില്ല. പക്ഷെ കൃത്യമായി അതിന്റെ പിറ്റേ ദിവസം IMD ഒരു റെഡ് അലർട്ട് ഇട്ടിരിക്കും. പക്ഷെ പിറ്റേ ദിവസം മഴയൊന്നും കാണില്ല. നേരത്തെ പറഞ്ഞ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു ദിവസം മഴ പെയ്തതുകൊണ്ടാണോ പിറ്റേ ദിവസം? അല്ല, അത് എന്താ പറയുക, പണ്ടൊക്കെ അങ്ങനെ ഒരു പെർസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിക്കുമായിരുന്നു. അതായത് ഇന്നിങ്ങനെ സംഭവിച്ചാൽ നാളെയും ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മൾ മാനുവലി നമ്മളത് ഒരു ഫോക്കാസ്റ്റർ അനലൈസ് ചെയ്യും. അതുപോലെ നമുക്ക് കുറേ ന്യൂമറിക്കൽ വെതർ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, മേജർ ഏജൻസികളുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻ, കമ്പ്യൂട്ടർ പ്രഡിക്റ്റഡ് വെതർ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫൈനൽ ഡിസിഷൻ എപ്പോഴും ഒരു മനുഷ്യൻ തന്നെയാണ് എടുക്കുക. ഒരിക്കലും മെഷീനിൽ വന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് മാത്രമായിരിക്കില്ല. അത് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ന്യൂമറിക്കൽ കമ്പ്യൂട്ടർ മോഡലിൻ്റെ പ്രോഡക്റ്റ് ടോട്ടലി ഈ പറഞ്ഞാൽ 100% റിലയബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ ഇൻ റിയാലിറ്റി റിയൽ ഒബ്സർവേഷനിൽ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ പ്രോഡക്റ്റ് നോക്കുക പോലും ചെയ്യുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അത് എന്താ പറയുക, പ്രസൻറ്റ് കണ്ടീഷൻ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാത്തതിൻ്റെ ഫ്യൂച്ചർ കണ്ടീഷൻസ് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും ഇന്ന് മഴ പെയ്തുകൊണ്ട് കൊടുത്തു അങ്ങനെയല്ല. ഒരു പരിധി വരെ ഉണ്ട്. ഇന്ന് മഴ പെയ്യുന്ന സെയിം കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നാളെ മഴ പെയ്യാമല്ലോ, ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ ഒരു ദിവസം ഓഫീസിലേക്ക് കാണിച്ചു തരാം. അല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയണേ. കാരണം ഒരു ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും എഴുതുമ്പോഴും വലിയ മഴ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോഴും നമുക്ക് സയൻസ് പറയുന്നതിനൊരു ലിമിറ്റേഷൻ ചിലപ്പോൾ എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അല്ല, ഞങ്ങൾ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു മീഡിയ ഇൻട്രാക്ഷൻ വർക്ക്ഷോപ്പ് ആലോചിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ മിക്കവാറും മൺസൂൺ സീസണിൽ പ്രാക്ടിക്കൽ ആണോ എന്നറിയില്ല. ഞങ്ങൾ മൺസൂണിന് മുൻപാണ് ആലോചിച്ച് തുടങ്ങിയത്. ഇപ്പം അത് ഒന്ന് സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയ വർക്ക്ഷോപ്പ്. അത് എന്താ പറയുക, ബേസിക്കലി നമ്മുടെ ഈ ടെർമിനോളജീസും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, എന്തൊക്കെ ബുള്ളറ്റിനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്താ പറയുക, കുറച്ചുകൂടി നിങ്ങൾക്കും എളുപ്പമായിരിക്കും, നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് ടെക്നിക്കലാണ്. അത് ഒന്നെന്താണെന്നറിയോ, ഇപ്പോൾ പോപ്പുലർ ലാംഗ്വേജ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞില്ല, നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ ടെക്നിക്കൽ വാക്കുകൾ, ഇപ്പോൾ ഒരു ലാസ്റ്റ് ഏത് സമയത്താണെന്നറിയില്ല, PM-ൻ്റെ ഒരു മീറ്റിങ്ങിൽ PM തന്നെ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നിങ്ങൾ കുറച്ചുകൂടി പോപ്പുലർ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, പബ്ലിക്കിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയയോട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ പോപ്പുലർ ലാംഗ്വേജ് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഇപ്പോൾ ഇന്നും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു വെതർ ബുള്ളറ്റിൻ, ഒരു ഡെയിലി വെതർ റിപ്പോർട്ട് എന്ന് വിചാരിക്കും. അപ്പം അത് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മളൊരു 25 വർഷം മുൻപത്തെ ഒരു വെതർ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരേ രീതിയിലായിരിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ രണ്ട് സിറ്റുവേഷൻ കമ്പയർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഇൻറ്റേർണൽ ബുള്ളറ്റിൻസ് ഒക്കെ കൂടുതലും ടെക്നിക്കലായിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം. കാരണം
ഇന്നിപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും ഫോർകാസ്റ്റിൻ്റെ ചാൻസസ് ലൈക്ലി അല്ലെങ്കിൽ വെരി ലൈക്ലി അങ്ങനെ പറയുമ്പോൾ അത് കറക്റ്റ്ലി ഡിഫൈൻഡ് ആണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ലൈക്ലി അല്ലെങ്കിൽ ഒരു യെല്ലോ അലേർട്ട് കണ്ടു അല്ലെങ്കിൽ ഒരു ലൈക്ലി ഹുഡ് എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് ഇത്ര കണ്ടു. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഒരു 25 വർഷം കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും കണ്ടീഷൻ. നമ്മൾ മനസ്സിലാക്കുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കണം. അതാണ് ആ ടെക്നിക്കാലിറ്റി ഞങ്ങൾ വിടാത്തതിൻ്റെ ഒരു കാര്യം. നമ്മൾക്ക് നമ്മുടെ റിസർച്ച് അനാലിസിസ് പർപ്പസിന് ആ സെയിം ടെർമിനോളജീസ് ഉപയോഗിക്കേണ്ടതുണ്ട്. പബ്ലിക്കിന് ഉപകാരപ്പെടാനായിട്ട് ഒരു പബ്ലിക് ഫ്രണ്ട്ലി ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ശീലം മാറാൻ സമയമെടുക്കും. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത് ഇപ്പം ഒരു ഈ ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഒന്ന് ആക്സെൻറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ പാരീസ് അഗ്രിമെൻറ്റിലും ഒക്കെ നെറ്റ് സീറോ വരാനും ഒരു 2030 ആകുമ്പോഴത്തേക്കും എമിഷൻസ് കട്ട് ഡൗൺ 50% കട്ട് ഡൗൺ ചെയ്യാനും ഒക്കെ പറയുന്നത്. ഇപ്പോൾ എമിഷൻസ് കുറച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഈ നമ്മുടെ സോളാർ അല്ലെങ്കിൽ എർത്തിൻ്റെ എമിഷൻ ആണെങ്കിലും സണ്ണിൽ നിന്നുള്ള എമിഷൻ എനർജി ആണെങ്കിലും അബ്സോർബ് ചെയ്ത് അത് റേഡിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അബ്സോർബ് ചെയ്യാനുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി പഴയ കാലത്തിലേക്ക് ഒരു പക്ഷേ തിരിച്ചു പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ കട്ട് ഡൗൺ ചെയ്യാന്ന് പറയുന്നത്. ഉണ്ടല്ലോ അതൊരു എൻവയോൺമെന്റിസ്റ്റോട് അല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോക്കൂ, ഇത് ഒരു സേഫ് ആൻഡ് എന്താ പറയുക സെക്യൂർ ലൈഫ് നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു സിറ്റിസൺ എന്നുള്ളവർക്ക് നമ്മുടെ റൈറ്റും കൂടിയാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തം അല്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും വരുത്താവുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് റെഗുലേഷൻ കൊണ്ട് മാത്രം ക്ലൈമറ്റ് മാറും തോന്നുന്നുണ്ടോ? അപ്പം നമ്മളും കൂടി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ പറയുന്നത് പോലെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണല്ലോ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ളതൊന്ന് അതങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള എമിഷൻസ് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും മാറ്റുക എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എ സികളെല്ലാം കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എ സികൾ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം എമിഷൻസ് അല്ലെങ്കിൽ മീഥെയിൻ കുറയ്ക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. ഈവൻ ക്ലോത്തിങ്, ഈറ്റിംഗ് എല്ലാം ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റാനൊക്കെ സജഷൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ സജഷൻസ് മാത്രം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പോളിസി അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഒക്കെ ഇപ്പം എത്തനോൾ ആഡ് ചെയ്യാൻ പറയണു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോളിസിയാണ്. അതൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അതൊരു ബേർഡനായിട്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചും അല്ലെങ്കിൽ ഇതുപോലെ ഡിസാസ്റ്റർസ് വെതർ കൊണ്ടും ഉണ്ടാകുന്ന നമുക്ക് വരുന്ന നഷ്ടങ്ങൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു ഒരു വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോമിൽ വരുന്ന ഇക്കണോമിക് ലോസ് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ മിറ്റിഗേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് മിറ്റിഗേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ലാഭമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും ലൈവ്ലിഹുഡ് സേവ് ചെയ്യുക. അതുപോലെ എന്താ പറയുക, ഇപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുതന്നെ അല്ലെങ്കിൽ ഇതുപോലെ ഹസാർഡസ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ലഘൂകരിക്കുക എന്നുള്ള ഒരു പർപ്പസ് കൂടിയുണ്ട്. അപ്പോൾ അതൊരിക്കലും ഒരു ബേർഡനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പോസിറ്റീവ് ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന പോളിസിയാണ്. അല്ലാതെ അത് എന്താ ഒരു അഡീഷണൽ ബേർഡനായിട്ടായിരിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകുമായിരിക്കും. പോളിസിയെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അഫക്റ്റഡ് കൺട്രീസ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള പോളിസീസ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. മൺസൂൺ അറൈവൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് മാറുകയോ അല്ലെങ്കിൽ അത് 4 ദിവസം കഴിഞ്ഞ് വരികയോ ഒക്കെ വരുന്നത്. മൺസൂൺ ഓൺസെറ്റ് എന്ന് പറയുന്നത് അത് എന്താ പറയുക, ഒരു സെറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുള്ളൂ. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ മൺസൂൺ എന്ന് പറഞ്ഞാൽ റെയിൻ മാത്രമല്ല. മൺസൂൺ എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ് റിവേഴ്സൽ ഓഫ് വിൻഡാണ്. അപ്പോൾ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡിനെയാണ് നമ്മൾ മൺസൂൺ എന്ന് പറയുക. അപ്പം വിൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ടാവണം. അത് എത്ര ലെവൽ വരെ ആ വിൻഡ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ 600 ഏകദേശം 4.6 കിലോമീറ്റർ വരെയെങ്കിലും മിനിമം ഈ വെസ്റ്റർലി വിൻഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ, കേരള കോസ്റ്റിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. കേരള കോസ്റ്റിൻ്റെ എക്സാക്ട് കോസ്റ്റ് അല്ല, ഒരു റെക്ടാങ്കുലർ ഏരിയ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിൽ വെസ്റ്റർലി കമ്പോണൻറ്റ്
മിനിമം സീഡ് ഇത്രയായിരിക്കണം, ഇത്ര ഡെപ്ത് വരെ ഉണ്ടാവണം, ഇതൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ. ഇപ്പോൾ റെയിൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരിക്കലും മൺസൂൺ വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം മെയ്യിൽ കുറേ മഴ പെയ്തപ്പോൾ എല്ലാവർക്കും സംശയമായിരുന്നു മൺസൂൺ ആയിരുന്നു എന്ന്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അത് മൺസൂൺ ആയില്ലായിരുന്നു, അത് സത്യമാണത്. കാരണം മഴ മാത്രമല്ല മൺസൂൺ എന്ന് പറയുന്നത്. മഴ അഗെയിൻ എന്താ പറയുക, ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ് മഴ എന്ന് പറയുന്നത്. ഇപ്പം മൺസൂൺ എന്ന് പറഞ്ഞാൽ വിൻഡ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട്. പിന്നെ റെയിൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതായതുകൊണ്ട് റെയിനും നമ്മളൊരു കമ്പണൻ്റായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ വിൻഡ് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. പലരും മൺസൂൺ വന്നു IMDക്ക് മാത്രം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാതാണ്. അതെ, അത് മനസ്സിലായി. ഞാൻ പറയില്ലേ, നമ്മൾ അത് ശരിയാണ്. അതെ 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 പക്ഷേ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അത്രയും പ്രൊമിനൻ്റ് അല്ല. അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻസ് ഒന്നും ഇത്രയും, അതിൽ മഴ പെയ്താൽ മാത്രം മതി. വിൻഡ് ഡിറക്ഷൻ ഉണ്ടാകും. വിൻഡ് ബേ ഓഫ് ബംഗാളിൽ മുഴുവനും ഈസ്റ്റർലി അത് എന്താ പറയുക, ഒരു ലാൻഡ് ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട്, വിൻഡ് സിസ്റ്റം ആയതുകൊണ്ട് സൈബീരിയയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വിൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വിൻഡിന് നമുക്ക് ഈ ഓഷ്യനിക് റീജിയനിൽ നിന്ന് വരുന്ന അത്രയും അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്റ്റെഡിനെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്തിനൊക്കെ വേരിയേഷൻ ഉണ്ടാകും. അപ്പം ബേ ഓഫ് ബംഗാൾ റീജിയനിൽ കൂടുതൽ പ്രൊഡോമിനൻ്റ് ആയിട്ട് ഈസ്റ്റർലീസ്, നോർത്ത് ഈസ്റ്റർലീസ് വരിക. നമ്മുടെ തമിഴ്നാട് കോസ്റ്റിലും കേരളത്തിലും ഒക്കെ മഴ പെയ്യുക, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് സ്റ്റേഷൻസ് മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ്. അത് ഇത്രയും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. പക്ഷെ ആ റിവേഴ്സൽ ടോട്ടലായിട്ട് നടക്കണം, വിൻഡ് ഡയറക്ഷൻ മാറണം, അപ്പോഴാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഇല്ല നോർത്ത് ഈസ്റ്റിൽ മൺസൂണും കേരളത്തിലും മൺസൂണും സൈമൾട്ടേനിയസ് ഓൺസെറ്റ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുൻപും. ഇപ്പം പൊതുവെ പറയുന്നത് ഹെൽത്തിന്റെ ആസ്പെക്ട് പറയുന്നത് കണ്ടിന്യൂസ് എപ്പോഴും മഴയാണ്. ഇടയ്ക്കിടെ കുറച്ച് ബ്രേക്ക് വരും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മഴ ഇല്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. ഈ സ്ഥിരമായ മഴ പെയ്യുന്നു. അപ്പൊ അതിൻ്റെതായ കുറെ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് കുറെ വരുന്നുണ്ടല്ലോ. അത് റെയിൻഫോൾ പാറ്റേണിൽ മാറ്റം വന്നു, പക്ഷെ സീസൺസ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഇല്ല. ഈ സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും തന്നെയാണോ? കേരളത്തിലെ മാത്രമല്ല, ടോട്ടൽ സദേൺ ഇന്ത്യയിലെ രണ്ട് മൺസൂൺസ് ഇത് രണ്ടും തന്നെയാണോ? സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും? അതെ. ഈ കേരളത്തില് നേരത്തെ ഉന്നയിച്ച മൺസൂൺ പല രീതിയിലും മലയാളികളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഹെൽത്തിന്റെ രീതിയിലുണ്ട്, ടൂറിസത്തിന്റെ കാര്യത്തിലുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ മൺസൂൺ സറൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ പാറ്റേൺ ഡിഫറൻസ് വരുന്നത് കേരളത്തിനെ ഒരുപാട് രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ടൂറിസം മെയിൻ ഫാക്ടറാണ്. നമ്മൾ അലേർട്ട് അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ എപ്പിസോഡിൽ ടൂറിസ്റ്റ് സ്പോട്ട്, പണ്ടൊക്കെ നമ്മൾ മൺസൂൺ ടൂറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം മൺസൂൺ ഐ തിങ്ക് ഇറ്റ്സ് നോ മോർ മൺസൂൺ. എനിക്ക് ഒരു അട്രാക്റ്റീവ് സീസൺ അല്ല, ഒരു സേഫ് സീസൺ പോലും അല്ല എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. അതാ മൺസൂണിൻ്റെ എന്താ പറയുക, റെയിൻഫോൾ പാറ്റേണിൽ വന്ന വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു റെസ്ട്രിക്ഷനാണ്. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരള കോസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ സീ റോഷൻ ആണ്. സീ റോഷൻ ഒരുപാട് വില്ലേജസിനെ എടുത്തിട്ട് പോകുന്നത് നമ്മുടെ ഈ വലിയതുറ ഭാഗത്തൊക്കെ ഏതാണ്ട് കോസ്റ്റൽ റോഷൻ ആണ്. സീ റോഷൻ അല്ല, കോസ്റ്റൽ റോഷൻ ആണ്. വലിയതുറ ഭാഗത്തൊക്കെ ഏതാണ്ട് ഒരു 50ഓളം വീടുകൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനകത്ത് തന്നെ എടുത്തു പോയിട്ടുണ്ട്. ഈ കോസ്റ്റൽ റോഷൻ ഇത്ര കൂടുന്നതിന് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? അത് എന്താ പറയുക, അതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്. പിന്നെ കോസ്റ്റൽ ഇറോഷനെ പറ്റി ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്ത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ്, കാരണം അത് എൻ്റെ ഒരു ഫീൽഡല്ല. അതുകൊണ്ട് അപ്പം കോസ്റ്റൽ ഇറോഷൻ കൂടുന്നുണ്ട്. കാരണം ഒരു പല രീതിയിലുള്ള ഇൻഡിഫറൻസും, മനുഷ്യൻ്റെ ഇൻഡിഫറൻസ് ഉണ്ട്, കൺസ്ട്രക്ഷൻസ് ഉണ്ട്, നാച്ചുറലായിട്ടുള്ള രീതികളൊന്നും അല്ല. പിന്നെ പറഞ്ഞാൽ ചില സ്റ്റഡീസെങ്കിലും പുലിമുട്ട് പോലും ശാസ്ത്രീയമല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റൽ ഇത് പുലിമുട്ടിടണം എന്ന് പറഞ്ഞ് ചില രാജ്യങ്ങളെങ്കിലും പുലിമുട്ട് ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അപ്പം പ്രത്യേകിച്ച് എന്താ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 2004-ലാണ് നമ്മൾ ആദ്യമായിട്ട് സുനാമി കേരളം ഫേസ് ചെയ്തത്. Do we have such a scenario? അതായത് അങ്ങനെ ഒരു സിനാരിയോ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ? ഉണ്ടാവാമല്ലോ. സുനാമിയുടെ റീസൺസ് എന്താ പറയുക, ജിയോളജിക്കലാണല്ലോ. അപ്പോൾ അതുണ്ടാവില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായ സുനാമി എന്ന് പറയുന്നത് തന്നെ നമ്മൾ വളരെ ദൂരത്തുണ്ടായ ഒരു എർത്ത്ക്വേക്കിൻ്റെ ഫലമായിട്ടാണ്. അത് അതിശക്തമായിരുന്നു. പിന്നെ ഓഷ്യൻ്റെ ഫ്ലോറിന് അടുത്താണ്, അതായത് ഡെപ്ത് കുറവായിരുന്നു അതിന് ഇവൻ്റ്. അപ്പം
അതുകൊണ്ട് തന്നെ ഓഷ്യൻ വാട്ടറിനെ അത് ആ എനർജി മുഴുവൻ ഓഷ്യൻ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ആ എനർജിയാണ് ഈ വേവായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഇതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഗോവയിൽ ഇങ്ങനെ ഒരു ചെറിയ സുനാമി ഉണ്ടായിട്ടുണ്ട്, ഗുജറാത്ത് കോസ്റ്റിൽ ചെറിയ സുനാമി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അന്നൊന്നും ഒന്നും നമുക്ക് ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം അതൊക്കെ പക്ഷേ റെക്കോർഡായിട്ട് ഉള്ള കാര്യങ്ങളാണ്, നമ്മുടെയൊക്കെ റെക്കോർഡിലുണ്ട് അത്, ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായാലും. പക്ഷേ ഇതെന്ന് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ജൈജാൻറ്റിക് സ്കെയിലുണ്ടായ ഒരു കാര്യമല്ലേ. കരിയറിൽ ഫേസ് ചെയ്ത വലിയ സിറ്റുവേഷൻ ഏതാണ്? എൻ്റെ കരിയറിലോ ആക്ച്വലി ഓക്കെ ഉണ്ടായ സമയത്ത് ഞാനായിരുന്നു ഡ്യൂട്ടിയിൽ. അപ്പം അല്ല അത് ഏതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പം ഒരിക്കലും അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലും എന്താ പറയുക വളരെ സിവിയർ ഇൻറ്റൻസിറ്റിയിൽ ഒരേ സമയത്ത് സൈക്ലോൺ ഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ ആ സൈക്ലോൺ വാർണിംഗ് ഡിവിഷനിൽ വർക്ക് ചെയ്തപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ലൂബാൻ തിത്ലി ഒരു പേരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഓഖി ഉണ്ടായത് ഒരിക്കലും ഭയങ്കര ഇതായിരുന്നു. ഡിസ്കഷൻ ഫേസിലും ഒക്കെ പലരും പല ഒപ്പീനിയനിലായിരുന്നു, കാരണം ഈ ഒരു ലെവലിൽ ഇതുണ്ടാവില്ല. പിന്നെ ശ്രീലങ്ക ക്രോസ് ചെയ്താൽ വന്നു. അപ്പം നോർമലി എല്ലാ സിസ്റ്റവും ഈ ലാൻഡ് ഇൻട്രാക്ഷൻ കൊണ്ട് കുറച്ച് ഈ ഫ്രിക്ഷൻ കൊണ്ട് അത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് പൊതുവെ ഒന്ന് വീക്ക് ആവാറുണ്ട്. ഇത് അങ്ങനെയൊന്നും വീക്കായിട്ട് പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ലോ ലാറ്റിറ്റ്യൂഡിലൊരു എന്താ പറയുക ഡീപ്പ് ഡിപ്രഷൻ ആയിരുന്നു, എന്നാലും ക്ലോസ് ടു സൈക്ലോൺ നമുക്ക് തന്നെ പറയാം ഒരു ഉണ്ടാവുക. ഇത്രയും റാപ്പിഡായിട്ട് ഇൻറ്റൻസിഫൈ ചെയ്യുക. കേരളം പോലൊരു സ്ഥലത്തിൽ ഒരിക്കലും ഒരു സൈക്ലോൺ വരുന്ന പ്രതീക്ഷയില്ല. നമ്മൾക്കിടെ സൈക്ലോൺ കോസ്റ്റിൻ്റെ സ്ട്രൈക്ക് പോസിബിലിറ്റി ക്ലോസ് ടു 0 ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതൊക്കെയാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇത് മോണിറ്ററിംഗ് ഒക്കെ എപ്പോഴും അത് കണ്ടിന്യൂസ് പ്രോസസ്സാണല്ലോ. ഇപ്പോൾ സാറ്റലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, അത് നമുക്ക് നേരത്തെ അറിയാം. പിന്നെ വെതർ മോഡൽസ് ഏകദേശം 10 ദിവസം മുമ്പ് നമുക്ക് ഇൻഡിക്കേഷൻ തരും. അതുപോലെ തന്നെ ഈ മോഡൽസ് മാത്രമല്ല, ഞങ്ങൾ എൻവയോൺമെൻറ്റൽ പാരാമീറ്റർ എന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സീ സർഫസ് ടെമ്പറേച്ചറിൻ്റെ ഡെപ്ത്ത്, അതുപോലെ അറ്റ്മോസ്ഫിയറിൽ വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുവാണെങ്കിൽ അപ്പം നമ്മളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. പിന്നെ ആ ഏത് ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഫോക്കസ് ചെയ്തിട്ട് പിന്നെയുള്ള ബാക്കിയുള്ള മോണിറ്ററിങ് നടത്തും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം ഒരു മിനിമം ഒരു 10 ദിവസം മുൻപെങ്കിലും ചില സൈക്ലോണിനെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ പോവാറുണ്ട്. അപ്പം സൈക്ലോൺ ഫോർകാസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറയുക ഒരു വളരെ അഡ്വാൻസ് സ്റ്റേജിൽ തന്നെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അല്ലാതെയുള്ള ഈ എന്താ പറയുക റെയിൻഫോൾ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ലോക്കലൈസ്ഡ്, അതിലൊക്കെയാണ് ഇപ്പം ഓർഗനൈസ്ഡ് സിസ്റ്റം ഒക്കെയാണ് നമുക്ക് എളുപ്പമാണ് പറയാൻ. അത് എന്താ പറയുക വളരെ കറക്റ്റാണെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോർകാസ്റ്റ് ബാക്കി ഇപ്പോൾ എല്ലാ ഏജൻസികളും ട്രോപ്പിക്കൽ സൈക്ലോണിനെ എവിടെ ഉണ്ടായാലും ഫോർകാസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചില ഈ അടുത്തുണ്ടായിട്ടുള്ള സിസ്റ്റങ്ങളിലെല്ലാം നമ്മുടെ ആക്യുറസി മറ്റൊരു ജപ്പാൻ അമേരിക്ക സിസ്റ്റത്തെക്കാളും കുറച്ചെങ്കിലും കൂടുതലായിരുന്നു. അപ്പോൾ സൈക്ലോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ 12 മണിക്കൂർ മുൻപേ ഉള്ള ട്രാക്ക് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം വിതിൻ 50 കിലോമീറ്ററിലാണ് അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ. അതൊക്കെ എന്താ അച്ചീവബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആക്യുറസിയിലൊന്നാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക റിസർച്ചും അങ്ങനെയുള്ള ഒബ്സർവേഷണൽ സെറ്റപ്പ് അതെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടൊക്കെ ബാക്കിയുള്ള ഈ എന്താ പറയുക ഹൈ ഇമ്പാക്റ്റ് വെതേഴ്സിനും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രെഡിക്ഷൻ്റെ ആക്യുറസി ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചാലഞ്ച്. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളുടെ ഒരാളുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല, അത് ലോകത്തിലുള്ള എല്ലാ ഫോർകാസ്റ്റിംഗ് ഏജൻസികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഹൈലി ലോക്കലൈസ്ഡ് ഹെവി എന്താ പറയുക ഹൈ ഇമ്പാക്റ്റ് വെതർ ഇവൻറ്റ്സ് പ്രൊഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഇപ്പം കൂടുതൽ ട്രസ്റ്റും കൊടുക്കുന്നത്, കാരണം അതാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസർച്ചും ഒക്കെ ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു ഏരിയയും അത് തന്നെയാണ്. കേരളത്തിന്റെ ഈ ക്ലൈമറ്റിക് ക്യാരക്ടർ ഫോം ചെയ്യുന്നതിൽ വെസ്റ്റേൺ ഗട്ട്സിന് ഒരു വലിയ റോൾ ഉണ്ട് എന്ന് പൊതുവെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഏത് മാറ്റവും കേരളത്തിന്റെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഒരു സംഭവം അല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ ഓറോഗ്രഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് മാത്രമാണ് നമ്മളെ കാര്യമായിട്ട് നമ്മൾ അതിൻ്റെ ഇതാക്കുന്നത്. പിന്നെ ലാൻഡ്സ്കേപ്പ് യൂസേജിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ വലിയ ഗൗരവമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടാവില്ല നമ്മൾ ക്ലൈമറ്റിനെ ബാധിക്കാൻ പാകത്തിന്.
അപ്പോൾ നമ്മൾ അതൊരു ഫിസിക്കൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യണു മൺസൂൺ സമയത്ത്, അതുകൊണ്ടാണ് നമുക്ക് മഴ കൂടുതൽ കിട്ടുന്നത്. ആ ഒരു ഫാക്ടറാണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ അവിടെയുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും അത്രയും എന്താ പറയുക സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. ആസ് എ സയന്റിസ്റ്റ് അടിച്ചോണ്ട് മനുഷ്യന്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ സർവൈവലിന്റെ ഒരു ചരിത്രം കൂടിയാണ്. അപ്പൊ പലരും പല ഡൂംസ് ഡേ പ്രഡിക്ഷൻസ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ നമ്മുടെ നിങ്ങൾ 7 day ഫോർകാസ്റ്റിനെ പറ്റി ചോദിക്കൂ, 1 month ഫോർകാസ്റ്റിനെ പറ്റി ചോദിക്കൂ, സീസണൽ ഫോർകാസ്റ്റിനെ പറ്റി ചോദിക്കൂ, ഞാൻ പറയാം. ഇതിന്റെ ഒരു ആകത്തുകയാണ് ചോദ്യം. ലൈക്ക് ഇതിന്റെ ഒരു ഇമ്പാക്റ്റിന് അത് ഞാൻ പറഞ്ഞേ, അത് സർവൈവ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ്. കാരണം നമ്മളുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ 3 tier സിസ്റ്റമായിട്ടാണ് കേരള ഗവൺമെൻറ് തന്നെ നടപ്പാക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ആദ്യത്തെ കൺസെപ്റ്റായിട്ടാണെന്ന് ഒരു NDMA മീറ്റിങ്ങിലൊക്കെ അവർ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു എന്താ ഫസ്റ്റ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോക്കലി ആയിട്ടുള്ള ആളുകളെയാണ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് റിവർ ഫ്ലഡിങ് ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ നമ്മളെന്താ ഫയർ ബ്രിഗേഡ് വരാൻ അല്ലെങ്കിൽ പോലീസ് വരാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതങ്ങനെയല്ല. അവിടെ ലോക്കലി ആയിട്ടുള്ള അവൈലബിൾ നീന്തൽ അറിയാവുന്ന ആളുകളെ ഫസ്റ്റ് റെസ്പോണ്ടൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് ലെവലിലുള്ള ആൾക്കാർ, അപ്പോൾ വാർഡിലാണെങ്കിൽ വാർഡ് മെമ്പർ, അങ്ങനെയാണ്. അപ്പം ആ ഒരു സിസ്റ്റം നമുക്കൊന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക ഒരു എല്ലായിടത്തും ഉണ്ടോ? ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റം സ്റ്റേറ്റിൽ ഓൾ ഓവർ ഉള്ള അത് അങ്ങനെ അത് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ മറീൻ കമ്പണൻറ്റും ഒക്കെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടും ഒക്കെ ഉണ്ട്. എല്ലാം ആളുകളൊക്കെ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര എഫക്റ്റീവായിട്ടാണ് ഇപ്പം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എന്താ പറയുക, അത് സ്റ്റേറ്റിൻ്റെ ഒരു മെഷീനറിയാണ്, എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല. പക്ഷേ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെയല്ല നമ്മളിപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വാണിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അലേർട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഗൗരവമായിട്ട് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ പണ്ട് ഒരു ദുരന്തം ഉണ്ടായെങ്കിൽ അതിന് നമ്മൾ നേരിടുന്ന രീതിയിലല്ല നമ്മൾ ഇന്ന് നേരിടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓക്കെ നമ്മൾ ആക്യുറസി എത്രയുണ്ടോ എന്നുള്ളത് അത് വേറെ ഒരു ആസ്പെക്റ്റ്. പക്ഷേ നമ്മൾക്ക് മോണിറ്ററിങ് മെക്കാനിസം ഉണ്ട്, അത് വെച്ചിട്ട് ഫോർകാസ്റ്റിംഗ് മെക്കാനിസം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഡിസമിനേഷൻ മെക്കാനിസം ഉണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ബെറ്റർ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ ഇത് ക്ലൈമറ്റ് വേരിയബിൾ ചേഞ്ച് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എന്താ പറയുക ഇതുപോലെയുള്ള സിവിയർ വെതർ ഇവൻറ്റ്സ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ നമുക്ക് എഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റും എന്നുള്ളതാണ് ഒരു മാറ്റം. ക്ലൈമറ്റ് ചേഞ്ചിൽ എക്സ്ട്രീം സിനാറിയോ, എക്സ്ട്രീം വെതർ സിനാറിയോ ഇറ്റ്സ് ഗോയിങ് ടു ബി ദേർ അല്ലേ, ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റേ. കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റ്സിലും ഒക്കെ ഉണ്ട്. കേരളത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ കേരളം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സിനാറിയോ ഉണ്ടോ ഏതെങ്കിലും ക്ലൈമറ്റ് റിലേറ്റഡ് കാര്യത്തിൽ? നമുക്ക് ഹെവി റെയിനും ഫ്ലഡും ആയിരിക്കുമല്ലോ എപ്പോഴും. നമുക്കൊരു റെയിൻ മൺസൂൺ പ്രത്യേകിച്ച് നമുക്ക് റെയിൻ പ്രോൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ അറേബ്യൻ സീയിലെ സൈക്ലോൺ ഫോർമേഷൻ, അത് പക്ഷേ എന്താ റെഗുലർ ഒരു ഫിനോമിന അല്ല. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പർ ഓഫ് എന്താ പറയുക ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റോംസിൻ്റെ എണ്ണം കുറവാണ്, പക്ഷേ ഡെവലപ്പ് ചെയ്തെല്ലാം വളരെ സിവിയർ ഇൻറ്റൻസിറ്റിയിലേക്ക് വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം പിന്നെ ഒന്ന് ഈ എന്താ പറയുക നമ്മുടെ കേരളം പോലെയുള്ള ഇപ്പോൾ ഇക്വറ്റോറിയൽ റീജിയന് അടുത്തായിട്ട് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഇൻറ്റൻസിഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തെ എല്ലാം തകർത്തതാണ് ഓഖി. അതുപോലെ അതിൻ്റെ റാപ്പിഡ് ഇൻറ്റൻസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇൻറ്റൻസിഫൈ ചെയ്യുക, അതിൽ ഭൂമധ്യരേഖയോട് വളരെ ചേർന്നിട്ടാണ് സാധാരണഗതിയിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ഇത്രയും ഇൻറ്റൻസിറ്റിയിലുള്ള സിസ്റ്റങ്ങളൊന്നും ഫോം ചെയ്യാൻ എന്താ പറയുക സയൻറ്റിഫിക്കലി പോസിബിൾ അല്ലാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ. അതിന് ഒരു മിനിമം ട്രിഗേഴ്സൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലൊരു ഫാക്ടർ ആബ്സെൻ്റ് ആണ് ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊന്നും ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. ആ ധാരണയൊക്കെ തെറ്റിച്ചതാണ് ഓഖിയുടെ ഫോർമേഷൻ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സർപ്രൈസസ് ഇനിയും ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം. അതായത് ഈ പക്ഷിമൃഗാദികൾക്ക് certain ബേർഡ്സിനും ഒക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ച് മുൻകൂട്ടി സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട് എന്ന് പൊതുവിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ശരിയാണ്? അത് സെൻസ് ചെയ്യുന്നതാണോ അതോ അവർ ഇപ്പോൾ എഗെയിൻ എന്താ ഒരു റീസൺ ആണോ ഔട്ട്കം ആണോ എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു റിസൾട്ട് കണ്ടിട്ടാണ് അവർ പോകുന്നത്, അതെയോ അവരിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പോവുകയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കൊന്ന പൂക്കുന്ന കാര്യം പറയാറുണ്ട്. കൊന്ന നേരത്തെ പൂത്ത മഴക്കാലം നേരത്തെ. അപ്പോൾ
അതിന് പകരം എന്താ പറയുക, ആ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് കൊന്ന നേരത്തെ പൂത്തതായിരിക്കാമല്ലോ, അല്ലാതെ കൊന്ന പൂത്തത് കൊണ്ട് മഴക്കാലം നേരത്തെ വരുന്നതായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില അനിൽ ചോദിച്ച പോലെ ചില പക്ഷികൾക്ക് അത് സെൻസ് ചെയ്യാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കും സെൻസ് ചെയ്യാം. ഉണ്ടായ മാറ്റങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർക്കത് പ്രിഡിക്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പം ഓൾറെഡി കണ്ടീഷൻ സെറ്റായി. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ആയിരിക്കാം. അതൊരു ഉറുമ്പിന്റെ കൂട് കൂട്ടുന്നത് അല്ലെങ്കിൽ ഉറുമ്പ് കൂടുതൽ ഭക്ഷണം ശേഖരിക്കുന്നത് മഴക്കാലം അടുക്കുമ്പോഴാണ് എന്നൊരു പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള സാധനമാണ്. ഈ ഉറുമ്പുകൾ ഇത് ശരിക്കും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതാണോ അതോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉറുമ്പ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണോ അതേ ഉറുമ്പ് ഏതെങ്കിലും ഒരു അവരുടെ മോണിറ്ററിങ് മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ മെറ്റീരിയലൈസ് ചെയ്തപ്പം അവർ പ്രിപ്പറേറ്ററി ആക്ഷൻ എടുത്തതാണോ, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഹ്യൂമൻ ബീങ്സിനേക്കാൾ കൂടുതലായിട്ട് ഇക്കാര്യം സെൻസ് ചെയ്യാനായിട്ട് മറ്റ് സ്പീഷീസിന് പറ്റുമായിരിക്കുമല്ലോ. അവർക്ക് നമ്മളുടെ സെൻസസിനേക്കാളും എന്താ പറയുക, മറ്റ് പല ജീവികൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസികളല്ലോ അവർ ഉപയോഗിക്കുന്നത്. അപ്പം ആ ഫ്രീക്വൻസികളിൽ വരുന്ന വ്യത്യാസങ്ങൾ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, സെൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ കാരണമാണോ അതെയോ അതിൻ്റെ റിസൾട്ടാണോ അവർ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അതറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മാക്സിമം ടെമ്പറേച്ചർ എങ്ങനെയാണ് അറിയുന്നത്? മാക്സിമം ടെമ്പറേച്ചർ എത്രയാണോ? അത് ഒരു മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ വൈകുന്നേരം 5:30 മണിക്കാണ് റീഡിങ് എടുക്കുക. കാരണം പല കാരണങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉച്ചയ്ക്കൊരു എന്താ പറയുക, നമ്മുടെ സോളാർ റേഡിയേഷൻ്റെ പീക്ക് വരുന്നതിനോട് ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും, ഹീറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഇത് സൂര്യൻ ഉദിച്ച ഉടനെ നമുക്ക് ചൂട് തോന്നില്ല, കുറച്ച് കഴിയുമ്പോഴല്ലേ. അപ്പം ആ ഒരു ലാഗ് ഉണ്ടാവും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചൂടായി വരുന്നത്. അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2:30-ക്കും 3 മണിക്ക് ഇടയ്ക്കാണ് നമ്മളുടെ ഈ മാക്സിമം ടെമ്പറേച്ചർ നോർമലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ വളരെ ക്ലൗഡ് കവർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ ആ ടെമ്പറേച്ചർ കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് കഴിയുമ്പോൾ ക്ലൗഡ് മാറി, അപ്പം സൺലൈറ്റൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ ഒന്ന് ചൂട് കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം കഴിയണവരേക്കും നമ്മൾ ആ റീഡിങ് നോക്കില്ല എന്നുള്ളതാണ്. കാരണം ചിലപ്പം ഈ നമ്മൾ എന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ സമയത്തായിരിക്കില്ല മാക്സിമം ഒക്കർ ചെയ്യുക എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് വൈകുന്നേരം 5:30-ക്ക് അത് റീഡ് ചെയ്യുന്നത്. ക്ലൈമറ്റ് പേരിടുന്ന രീതി എങ്ങനെയാണ്? അത് വളരെ കാരണം ഈ എല്ലിനോ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഇപ്പോൾ ഓക്കിയൊക്കെ കേട്ടിട്ടുണ്ട്, അതേസമയം യുഎസിലേക്ക് പല ചുഴലിക്കാറ്റുകളുടെ പേര്. ചുഴലിക്കാറ്റിൻ്റെ പേരിടുന്നത് അത് ഒരു എന്താ പറയുക, കുറച്ച് ടെക്നിക്കലായിട്ടൊരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങനെയില്ല. നമ്മുടെ റീജിയനിൽ, അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ നമ്മളൊരു 6 റീജിയണൽ സെൻറ്റേഴ്സ് ആയിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഏഷ്യ പസഫിക് റീജിയനിലാണ് നമ്മൾ വരിക. അപ്പം നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ RA2 റീജിയണൽ അസോസിയേഷൻ 2 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ RA2 റീജിയനിലുള്ള പേരുകളിൽ ഈ ഫീമെയിൽ നെയിംസ് വരുന്നൊക്കെ ഒത്തിരി ക്രിറ്റിസിസം ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും RA2-ലും ഒക്കെ ജെൻഡർ ന്യൂട്രലായിട്ട്, അതായത് എന്താ പറയുക, സോഷ്യലി ഇക്കണോമിക്കലി അല്ലെങ്കിൽ കാസ്റ്റ് ക്രീഡ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും ബയസ് വരാത്ത കുറച്ച് ജെൻഡർ ന്യൂട്രലായിട്ടുള്ള പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഈ നമ്മുടെ ഈ ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ട്രോപ്പിക്കൽ സൈക്ലോണിക് സ്പെഷ്യലൈസ്ഡ് സെൻ്ററാണ് IMD എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നെയ്ബറിങ് കൺട്രീസിനെല്ലാം നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യുന്നതിന് കിട്ടുന്ന ഇൻഡിക്കേഷൻസും ബുള്ളറ്റിൻസും എല്ലാ ഗൈഡൻസും നമ്മൾ റെഗുലറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ്. അതൊരു റീജിയണൽ സെൻ്ററായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു, റെഗുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഏതെങ്കിലും നമ്മുടെ നെയ്ബറിങ് കൺട്രീസിനെ അഫക്റ്റ് ചെയ്യണം, അവർക്ക് സ്പെഷ്യലിസ്റ്റ് സർവീസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മളാണ് നമ്മുടെ ഈ നെയ്ബറിങ് കൺട്രീസ്, ഈ RA2 നമ്മുടെ ഈ റീജിയനിൽ വരുന്ന രാജ്യങ്ങളിൽ നിന്ന് പേരുകൾ സജഷൻസ് എടുക്കും. അവർ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ മീനിങ് ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് WMOയ്ക്ക് അയക്കും. അവിടെ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് അങ്ങനെയുള്ള കുറേ എക്സ്പേർട്സ് എക്സാമിൻ ചെയ്ത് ഇതിന് യാതൊരു കോൺട്രവേഴ്സി ഇല്ല, അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകും, പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പമാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ആൽഫബറ്റിക്കലി നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഏത് രാജ്യമാണോ അവരുടെ സജസ്റ്റ് ചെയ്ത പേര് അവർ ലിസ്റ്റ് ഓഫ് നെയിംസ് ഉണ്ടായിരിക്കും. ഒരു 10 പേരോ മറ്റോ ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് ആൽഫബറ്റിക്കലി ഒരു പ്രാവശ്യം അത് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും Aയിൽ നിന്ന് തുടങ്ങി അങ്ങനെയാണ് അത് ചെയ്യുക. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വരുന്നത് പോലെ ഇപ്പം നമ്മളുടെ ആദ്യത്തെ
സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒനിൽ, എനിക്ക് അത് ബാംഗ്ലാദേശ് ആയിരുന്നു സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം അന്ന് ഉണ്ടായ സിസ്റ്റം, അതിന് മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം കഴിച്ച് ആ സിസ്റ്റം വന്നപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി വന്നത് ബാംഗ്ലാദേശിനായിരുന്നു. അപ്പോൾ ഒനിൽ എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് നമ്മൾ ആദ്യമായിട്ട് പേരിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റെഫർ ചെയ്യാൻ എളുപ്പത്തിനാണ് പേരിടുന്നത്. അതായത് മനുഷ്യന് പേരിടുന്നത് എന്തിനാണെന്നുള്ള സെയിം പർപ്പസിന് റെഫർ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ്. അപ്പോൾ നമ്മളെല്ലാ വർഷവും വർഷം വെച്ചിട്ടാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പോൾ ഏത് സ്ഥലത്താണ് അത് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് പാരാദ്വീപ് സൈക്ലോൺ ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ആന്ധ്രയിലെ ചില സ്റ്റേഷൻസിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, വിശാഖപട്ടണം സൈക്ലോൺ, അങ്ങനെ ഒരു പേരുകളാണ് നമ്മൾ, അല്ലെങ്കിൽ നാഗപട്ടണം സൈക്ലോൺ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് പോയിന്റിൽ അത് ക്രോസ് ചെയ്തു ആ പോയിന്റിൻ്റെ പേര് വെച്ചിട്ട് റെഫർ ചെയ്തു. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടുവരുന്നതിനാൽ ചിലപ്പം ഒരേ വർഷം ഏകദേശം ഒരേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലും എന്താ പറയുക, ബേ ഓഫ് ബംഗാളിൽ 2 സിസ്റ്റം ഉണ്ടായി, 2 ആന്ധ്ര കോസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ ഒഴിവാക്കാനും ഈ പേരിടുന്നതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻറ്റൻസിറ്റി റെഫർ ചെയ്യാനും നഷ്ടങ്ങൾ, അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റഡി അനാലിസിസ് നടത്താൻ ഈ പേരിടുന്നതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഓരോ സിസ്റ്റത്തിൻ്റെയും സ്ഥിരമായിട്ട് ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, എവിടെ സ്ട്രൈക്ക് ചെയ്തു എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പം വേറെ എവിടെയും പോകണ്ട, വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സിസ്റ്റങ്ങളുടെ, ഇന്ത്യൻ ഓഷ്യൻ ബേസിലെ ഫുൾ സിസ്റ്റങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളുടെയും പേര്, അപ്പോൾ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫർദർ ഡീറ്റെയിൽസ് കിട്ടും, ട്രാക്ക് തൊട്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ വിക്കിപീഡിയയിൽ ഇപ്പോൾ അല്ലാതെ നമ്മുടെ RSMC എന്ന് പറഞ്ഞില്ല, റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെൻറ്റർ ഫോർ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ് നമ്മുടെ ഈ റീജിയണൽ സെൻറ്ററിൻ്റെ പേര്, ട്രോപ്പിക്കൽ സൈക്ലോണിനെ സംബന്ധിച്ച്. അപ്പോൾ അത് IMDയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിങ്ക് ചെയ്തിട്ടുള്ള വേറൊരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന, പബ്ലിക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെയും എന്ന് അത് ഫോം ചെയ്തു, ഏത് സ്റ്റേജിൽ അത് ഇൻറ്റൻസിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ, അതിൻ്റെ ട്രാക്ക്, എവിടെ സ്ട്രൈക്ക് ചെയ്തു, പിന്നെ എന്താ പറയുക, ഒബ്സർവേഷൻസ്, അവൈലബിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, എത്ര റെയിൻ ഉണ്ടായിരുന്നു, എത്ര വിൻഡ് ഉണ്ടായിരുന്നു, പ്രഷർ എത്ര റെക്കോർഡ് ചെയ്തു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷത്തെയും ആ വർഷം കഴിയുന്ന അപ്പം തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ ബുള്ളറ്റിനുകളും അതിൽ ആർക്കൈവ് ചെയ്യാറുണ്ട്. അപ്പം ഒരു എന്താ പറയുക, റിസർച്ച് ചെയ്യുന്നവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഫുൾ എന്താ പറയുക ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഈ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഉള്ള പാർട്ടായിട്ടുള്ള RSMC ന്യൂഡൽഹിയിൽ വെബ്സൈറ്റിൽ അവൈലബിൾ. അപ്പോൾ അതുപോലെ തന്നെ IMDയുടെ വെബ്സൈറ്റിൽ മിക്കവാറും എല്ലാ ഇൻഫർമേഷനും പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. പിന്നെ ആർക്കൈവ് അധികം ഇല്ല. ഈ ട്രോപ്പിക്കൽ സൈക്ലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മുഴുവനും ആർക്കൈവ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മുടെ റെഗുലർ ഫോർകാസ്റ്റിങ്ങിനെ പറ്റിയുള്ളത് മുഴുവനും ആർക്കൈവ് ഇല്ല. കാരണം അത് പ്രാക്ടിക്കലി അവൈലബിൾ ആണ്, പക്ഷേ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. കാരണം അത് അത്രയും വലിയ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാറുമുണ്ട്.